ഹലോ. ഹലോ, ഓഡിബിൾ ആണോ? യെസ്, കേൾക്കാം സർ. സ്ക്രീനും വിസിബിൾ അല്ലേ? ഓക്കെ. ഗുഡ് ഈവനിങ് എവരിവൺ. സോ നമ്മളിന്ന് കെമിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ സബ്ജക്ട്സ് സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. അതിനകത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റായ മാസ് ട്രാൻസ്ഫർ ആയിരിക്കും ഇന്ന് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ മാസ് ട്രാൻസ്ഫർ, ഇതിനകത്ത് കെമിക്കലുകാർ എത്ര പേരുണ്ട്? കെമിക്കൽ അല്ലാതെ ഉള്ള ആൾക്കാർ എത്ര പേരുണ്ട്? അത് പറഞ്ഞാൽ മതി. ജസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്താൽ മതി. കെമിക്കൽ അല്ലാത്തവരാണ് ചോദിച്ചത്? അതെ, കെമിക്കൽ അല്ലാത്തവർ. ഓക്കെ, മെജോറിറ്റി ആൾക്കാർ കെമിക്കൽ അല്ലാത്തവരൊക്കെ. ഓക്കെ, നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ എക്സാമിന് നിങ്ങൾ ചെക്ക് ചെയ്തതാണെങ്കിൽ കെമിക്കലിന് ഒരു 25 മാർക്കുണ്ട്. അപ്പോൾ അത് ഒരുവിധപ്പെട്ട മീൻസ് നമ്മൾ കാണാത്തതാണ് നോർമൽ. നമ്മുടെ സിവിലായാലും മെക്കാണെങ്കിലും നമ്മൾ നോർമലി അധികം ടച്ച് വരാത്ത കാര്യങ്ങൾ അതിലുള്ളത്. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ സബ്ജക്ട്സ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനകത്ത് മെറ്റീരിയൽ മാസ് ട്രാൻസ്ഫർ ആയിരിക്കും ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് പാരലായിട്ട് ബാക്കി സബ്ജക്ട്സും കൊണ്ടുപോകും. അപ്പോൾ ഫസ്റ്റ് മാസ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ പേരിനകത്ത് പറയുന്ന പോലെ തന്നെ ബേസിക്കലി മാസിൻ്റെ ട്രാൻസ്ഫറാണ്. മാസിൻ്റെ ട്രാൻസ്ഫർ അല്ലെങ്കിൽ മാസ് ട്രാൻസ്പോർട്ട് എന്ന് പറയാം. അതായത് ഇപ്പം നിങ്ങൾ ഏറ്റവും നല്ല ഉദാഹരണം പറയാനാണെങ്കിൽ ഒരു ബീക്കർ, ആ ബീക്കറിനകത്ത് വെള്ളമുണ്ട്. ഈ വെള്ളത്തിനകത്തേക്ക് നിങ്ങൾ ഒരു തുള്ളി ഇങ്ക് ഡ്രോപ്പ് ഇട്ടു. നിങ്ങൾ ആ ഇങ്ക് ഡ്രോപ്പിനെ കുറച്ച് നേരം സമയം വാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങളൊന്നും ചെയ്യണ്ട, ഈ ഡ്രോപ്പ് എന്ത് ചെയ്യും, ആ വെള്ളത്തിൽ ഇങ്ങനെ പടരുന്നതായിട്ട് കാണാം. വീണ്ടും കുറേ സമയം കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ ഇത് പടർന്ന് ഈ വെള്ളത്തിൻ്റെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ഇതിൻ്റെ കൂടെ കാണാൻ പറ്റുന്നത്, തുടക്കം ഈ ഒരു പോയിന്റിലായിരുന്നപ്പോൾ ഇപ്പോൾ ചുവന്നൊരു ഇങ്കാണ് ഇട്ടതെങ്കിൽ ഇവിടെ നല്ല കട്ട ചുവപ്പായിരിക്കും. സമയം കഴിയുന്നതനുസരിച്ച് ഇതിങ്ങനെ വെള്ളത്തിൽ വ്യാപിക്കുന്നതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ഈ സ്ഥലത്തുണ്ടായിരുന്ന ചുവപ്പിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുകയും ഇതെല്ലാ സ്ഥലങ്ങളിലേക്കും വ്യാപിക്കുന്നതായിട്ട് കാണാം. മേ ബി ഒരു ഇൻഫിനിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഈ ഇങ്ക് ഇട്ടതിന് ശേഷം ഒരുപാട് സമയം, കമ്പാരിറ്റീവ്ലി ഒരുപാട് സമയം കഴിഞ്ഞ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഇങ്ക് എന്തായിരിക്കും, എല്ലായിടത്തും സ്പ്രെഡായി, അടുത്തേക്കും സ്പ്രെഡായിട്ട് നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു യൂണിഫോം ആയിട്ടുള്ള ലൈറ്റ് റെഡ് കളർ ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും.
നിങ്ങൾ കോമൺലി വാച്ച് ചെയ്തിട്ടുള്ള സംഭവം. ബേസിക്കലി ഇതാണ് മാസ് ട്രാൻസ്ഫർ നടക്കുന്നത്. നിങ്ങൾ എന്താ ചെയ്തത്, ആ ഒരു വെള്ളത്തിനകത്ത് ഒരു ചുവന്ന ഇങ്കിൻ്റെ ഇത് ഡ്രോപ്പ് ഇട്ടപ്പം അത് ഓട്ടോമാറ്റിക്കലി സ്വയം വ്യാപിച്ച് വെള്ളം മൊത്തം, അതായത് ഒരു ഇക്വിലിബ്രിയത്തിലായി ഈ സംഭവം. ഇവിടെ നടന്നതെന്ന് പറഞ്ഞാൽ ആ ചുവപ്പ് കളർ ഇങ്ക്, ആ ഇങ്കിനകത്ത് എന്തുണ്ട്, അതിൻ്റെ ആറ്റം മോൾസ് ഉണ്ട്. ഇത് ബേസിക്കലി എന്തുവാ, വ്യാപിച്ചു. എവിടുന്ന് എങ്ങോട്ടേക്ക്, ഈ ഇങ്ക് കൂടുതൽ ഉണ്ടായിരുന്ന സ്ഥലം, അതായത് മാക്സിമം കോൺസെൻട്രേഷൻ ഉള്ള ഭാഗത്ത് നിന്ന് എങ്ങോട്ടേക്ക് പോയി, മിനിമം കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കുറവുള്ള ഭാഗത്തേക്ക് എന്ത് ചെയ്തു, ഇങ്ക് വ്യാപിച്ചു. ഈ ഒരു പ്രക്രിയ ഇവിടെ എന്താണ് മൂവ് ചെയ്തത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തത്, മാസ് ആണ്. ഈ പ്രക്രിയക്കാണ് എന്ത് പറയുന്നത്, മാസ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അതായത് മാസ് ട്രാൻസ്ഫർ ഈസ് സിംപ്ലി എന്താണ്, ദ ടെൻഡൻസി ഓഫ് എ മാസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി മോൾസിൻ്റെ ടേംസിലാണ് നമ്മൾ പറയുന്നത്. ടെൻഡൻസി ഓഫ് എ മാസ് അല്ലെങ്കിൽ മോൾസ് ടു മൂവ് ഫ്രം ഹൈ കോൺസെൻട്രേഷൻ ടു ലോ കോൺസെൻട്രേഷൻ. ഈ ഒരു പ്രോസസ്സിനാണ് എന്ത് പറയുന്നത്, മാസ് ട്രാൻസ്ഫറിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാരാമീറ്ററായ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി കാണുന്നത് ഒരു ലഘൂകരിക്കും, അതായത് കട്ട കോൺസെൻട്രേഷൻ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ എല്ലായിടത്തേക്കും വ്യാപിക്കുന്ന ആ പ്രോസസ്സ്, അല്ലെങ്കിൽ അതിനാണ് എന്ത് പറയുന്നത്, ഡിഫ്യൂഷൻ. അപ്പോൾ ഇതിൻ്റെ പ്രൈമറി ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഡിഫ്യൂഷനാണ്. ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന കോൺസെൻട്രേഷൻ ഡിഫറൻസ്, അതായത് ഹൈ കോൺസെൻട്രേഷൻ ഉള്ള ഒരു സ്ഥലത്ത് നിന്നും ലോ കോൺസെൻട്രേഷൻ ഉള്ള സ്ഥലത്തേക്കാണ് എന്ത് ചെയ്യുന്നത്, എപ്പോഴും വ്യാപിക്കുന്നത്. അപ്പോൾ ഹൈ കോൺസെൻട്രേഷനും ലോ കോൺസെൻട്രേഷനും ഉണ്ട്, അതായത് അവിടെ ഒരു കോൺസെൻട്രേഷൻ്റെ വേരിയേഷൻ ഉണ്ട്. അതാണ് എന്തിൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ്, ഈ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ അതാണ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ മാസ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് മാസ് ആസ് എ റിസൾട്ട് ഓഫ് കോൺസെൻട്രേഷൻ ഡിഫറൻസ് ഓഫ് എ കമ്പോണൻറ്റ് ഇൻ എ മിക്സ്ചർ ഓർ 1 or 2 phases ഇൻ കോണ്ടാക്ട് ഈസ് കോൾഡ് ട്രാൻസ്ഫർ. നമ്മൾ പറഞ്ഞു തന്നെ, നിങ്ങൾ ആ വെള്ളത്തിനകത്ത് ഇങ്ക് ഇടുന്ന കാര്യം ഓർത്താൽ മതി. ആ ഇങ്ക് വ്യാപിച്ച് ആയി ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലെത്തും. ആ ഒരു പ്രക്രിയ, അതിനാണ് മാസ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന. ഈ പറയുന്ന ആ ഒരു വ്യാപിക്കൽ, അതിൻ്റെ ടേം ആണെന്തോ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇതിൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്താ, കോൺസെൻട്രേഷൻ ഡിഫറൻസ്. കാരണം ഒരിടത്ത് ഹൈ കോൺസെൻട്രേഷനും ഒരിടത്ത് ഈ മെറ്റീരിയലിൻ്റെ ലോ കോൺസെൻട്രേഷനും ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത് എന്ത് ചെയ്തത്, വ്യാപിച്ചത്. സോ ഇതിൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ. ഇവിടെ മെക്കുകാരും സിവിലുകാരും ഉള്ളതുകൊണ്ട് നിങ്ങൾക്കിത് അനോളജി ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, രണ്ടുപേരും ഫ്ലൂയിഡ് പഠിക്കുന്നുണ്ടല്ലോ, അതായത് ഹെഡ് ഡിഫറൻസ് അറിയാമല്ലോ. വെള്ളം ഒഴുകുന്ന എവിടെ നിന്നായിരിക്കും, ഹൈ ഹെഡിൽ നിന്നും ലോ ഹെഡിലേക്ക് ആണെന്നറിയാമല്ലോ. ബേസിക്കലി വെള്ളം ഒഴുകണമെങ്കിൽ എന്ത് വേണം, ഒരു ഹെഡിൻ്റെ ഡിഫറൻസ് വേണം. ഹൈ ഹെഡ് വേണം, ലോ ഹെഡ് വേണം. അതേപോലെ അപ്പോൾ ഹെഡ് ഡിഫറൻസ് ഉണ്ടെങ്കിലേ വെള്ളം ഒഴുകൂ. അതേപോലെ ഇവിടെ മാസ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഡിഫ്യൂഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം, അവിടെ ഒരു കോൺസെൻട്രേഷൻ ഡിഫറൻസ് വേണം. അത് വെച്ചിട്ട് നിങ്ങൾക്ക് കമ്പാരിസൺ ചെയ്യാം. ഇനി ഈ മാസ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന സബ്ജക്റ്റ് ബേസിക്കലി വരുന്നത്, മാസ് ട്രാൻസ്ഫർ ഈ പറയുന്ന ഒരു പ്രക്രിയ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന ഒരുപാട് ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്. നിങ്ങൾ മേ ബി ഇത് കണ്ടിട്ടുണ്ടാവും, പക്ഷേ അതിൻ്റെ പിന്നിൽ മാസ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ ഉണ്ട് എന്ന് ചിലപ്പം അറിയുന്നുണ്ടാവില്ല. സോ മേജർ പ്രോസസ്സുകൾ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിലേഷൻ, ഗ്യാസ് അബ്സോർപ്ഷൻ, ലിക്വിഡ് എക്സ്ട്രാക്ഷൻ, ഡ്രൈയിങ്, ലീച്ചിങ്. ഇതെല്ലാം നമ്മൾ നമ്മുടെ സിലബസിലുള്ളതാണ്. വരും സമയത്തായിരിക്കും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. എങ്കിലും ജസ്റ്റ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് 2 മെറ്റീരിയൽ ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ 2 മെറ്റീരിയൽ ഉണ്ട്. ഒരു ചുവപ്പ് കളറിലുള്ള മെറ്റീരിയലും ഒരു നീല കളറിലുള്ള മെറ്റീരിയലും. ഒന്ന് മെറ്റീരിയൽ എ, ഒന്ന് മെറ്റീരിയൽ ബി. ഇത് തമ്മിൽ കൂടിക്കലർന്നിരിക്കുക. ഇതിനെ എനിക്ക് സെപ്പറേറ്റ് ചെയ്യണം. ഇപ്പോൾ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നത്, മൂന്നാമതൊരാളെ കൊണ്ടുവരും, ഒരു പച്ച കളർ ആൾ. അപ്പം ഞാൻ ശ്രമിക്കുന്നത് എന്തോ, ഈ പച്ച കളർ ആൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ പച്ച കളർ ആളിലേക്ക് ജോയിൻ ചെയ്യാൻ ഈ 2 പേരിൽ, എയും ബി എന്ന് പറയുന്ന ചുവപ്പും നീലയുള്ള ആളുകളിൽ ഒരാൾക്കാണ് ഈ പച്ചയോട് മിങ്കിൾ ചെയ്യാനുള്ള അഫിനിറ്റി കൂടുതലുള്ളത്. അന്നേരം ഈ പച്ച വന്ന് ഇവരുടെ കൂടെ ജോയിൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഇയാളുടെ കൂടെ അഫിനിറ്റി ഉള്ള ആൾ, ഞാൻ പറയുകയാണ് നീലയ്ക്കാണ് അഫിനിറ്റി ഉള്ളത്. അപ്പം നീല എന്ത് ചെയ്യും, പച്ചയുടെ കൂടെ ജോയിൻ ചെയ്യും. ഇനി ഈ ജോയിൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ വന്ന് കണ്ടുമുട്ടുന്ന സമയത്ത് നീലയല്ല എവിടെ ഇരിക്കുക, ഇവിടെ ഒരു കോൺസെൻട്രേഷൻ ആയിട്ടിരിക്കുക. ഈ പച്ച വരുമ്പോൾ എന്ത് ചെയ്യും, അതിനകത്ത് ലോ കോൺസെൻട്രേഷൻ ആണല്ലോ, അതെന്ത് ചെയ്യും, അതിലേക്ക് പയ്യെ 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 വ്യാപിക്കും. അതല്ലേ മാസ് ട്രാൻസ്ഫർ.
ഇപ്പോൾ മാസ് ട്രാൻസ്ഫർ ചെയ്ത് എന്ത് ചെയ്യും, ഇവരൊരു ഒറ്റ സിംഗിൾ എൻറ്റിറ്റി ആവും, ഈ പച്ചയും നീലയും കൂടെ. ചുവപ്പിന് ഇയാളെ താല്പര്യമില്ല, അതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല, ചുവപ്പ് ഇവിടെ മാറിയിരിക്കും. കുറേ കഴിയുമ്പോൾ എന്ത് പറ്റും, ചുവപ്പ് വേറെയും പച്ചയും നീലയും കൂടെ ചേർന്ന് ഒരിതായിട്ട് എന്ത് ചെയ്യും, അവിടെ മാറിയിരിക്കും. നേരം ബി എ, ബിയും എയും എന്തായി, സെപ്പറേറ്റ്. എൻ്റെ ജോലി എന്തായിരുന്നു, എയും ബിയും സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്തിൻ്റെ ഒരു ഉപയോഗം വന്നു, മാസ് ട്രാൻസ്ഫറിൻ്റെ. ഇത് തന്നെയാണ് ഡിസ്റ്റിലേഷൻ, ഗ്യാസ് അബ്സോർപ്ഷൻ, ലിക്വിഡ് എക്സ്ട്രാക്ഷൻ, ഡ്രൈയിങ്, ലീച്ച്, ഈ പ്രോസസ്സുകളിലൊക്കെ വരുന്നത്. ആ പ്രോസസ്സ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി. ഇനി ഞാനിവിടെ 2 മെറ്റീരിയൽ ഉണ്ട്, അല്ലെങ്കിൽ 2 ടൈപ്പ് ഓഫ് സംഭവങ്ങൾ സെപ്പറേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഈ മാസ് ട്രാൻസ്ഫർ ആക്ച്വലി വെള്ളത്തിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളിൽ വെള്ളത്തിനകത്ത് ഇങ്ക് കിട്ടുമെന്ന, ഇത് വെള്ളത്തിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല. ഇത് ചിലപ്പം രണ്ടും ഗ്യാസിലാവാം, വെള്ളവും ഗ്യാസും കൂടെ ചേർന്നാവാം, എന്ത് വേണമെങ്കിലും. കാരണം ഗ്യാസ് വെള്ളത്തിൽ അലിയും അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം ഗ്യാസിൻ്റെ മോളിക്യൂൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ബേസിക്കലി അതും അവിടെ ഒരു മാസ് ട്രാൻസ്ഫറാണ്. സോ ഏതൊക്കെ ഫേസസ് ആണ് കോണ്ടാക്ട് ചെയ്യുന്നത്, ആ 2 കോണ്ടാക്ട് വരുമ്പം ഈ പറഞ്ഞതിൽ ഏത് മാസ് ട്രാൻസ്ഫർ ഓപ്പറേഷൻ ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഒരു ടേബിൾ രൂപത്തിൽ ഞാൻ ഇപ്പോഴേ കൊടുത്തു വെക്കുക. ഇത് പിന്നീട് ഒരു 1-2 ക്ലാസ് കഴിയുമ്പോഴേ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സിലബസിൽ ഓരോ പ്രോസസ്സും ഓപ്പറേഷനും എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതെല്ലാം കാണണം. അപ്പോൾ ആ ടൈമിലേക്ക് ഞാൻ ഇവിടെ ഒരു സമ്മറി പോലെ തന്നു എന്നേ ഉള്ളൂ. നിങ്ങളിത് ഓർത്ത് വെച്ചാൽ നന്നായിരിക്കും. എന്താ, ലിക്വിഡും വേപ്പറും തമ്മിൽ കോണ്ടാക്ട് വരുന്ന, അല്ലെങ്കിൽ ആ 2 ഫേസ് ആണ് കോണ്ടാക്ട് വരുന്നതെങ്കിൽ അവിടെ മാസ് ട്രാൻസ്ഫർ ഉപയോഗിക്കുന്നത് ഓപ്പറേഷൻ ഏതാ, ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. ഇനി ലിക്വിഡും ഗ്യാസും ആണെങ്കിൽ ഗ്യാസ് അബ്സോർപ്ഷൻ, സ്ട്രിപ്പിംഗ്, ഹ്യൂമിഡിഫിക്കേഷൻ എന്നൊക്കെ പറയും. കാരണം ഹ്യൂമിഡിറ്റി നമുക്കറിയാം, എന്തോ നമ്മുടെ എയറിൽ വെള്ളത്തിൻ്റെ പ്രസൻസ്. അപ്പോൾ ലിക്വിഡും ഗ്യാസും. ഇനി ലിക്വിഡും സോളിഡും, ഇത് നിങ്ങൾക്ക് അറിയണ്ട, സിവിലുകാർക്ക് അറിയും ലീച്ചിങ്. എന്താ, ഒരു ലിക്വിഡ് സോളിഡിനകത്തുനിന്ന് എന്തെങ്കിലും മിനറൽസ് ലിക്വിഡായിട്ട് ലീച്ച് ചെയ്ത് വെളിയിൽ പോകും. അതുപോലെ ക്രിസ്റ്റലൈസേഷൻ, വെള്ളത്തിൽ നിന്നും ഐസ് കട്ടയാവുന്നു അല്ലെങ്കിൽ ക്രിസ്റ്റൽ ആവുന്നു. അപ്പോൾ ലിക്വിഡും സോളിഡും. ഇനി ലിക്വിഡും വന്നാൽ എക്സ്ട്രാക്ഷൻ, സോളിഡും ഗ്യാസും വന്നാൽ അഡ്സോർപ്ഷൻ. ഒരു സോളിഡിൻ്റെ പുറത്തേക്ക് ഗ്യാസിനെ എന്ത് ചെയ്യും, അഡ്സോർബ് ചെയ്യും സർഫസിലേക്ക്. അപ്പോൾ ഈ 2 ഫേസസ്, ഈ പറയുന്ന ഫേസസ് കോണ്ടാക്റ്റിൽ വന്നാൽ അവിടെ ഉപയോഗിക്കുന്ന മാസ് ട്രാൻസ്ഫറിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ നമുക്ക് ഫർദർ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ക്ലിയർ ആയിക്കോളും. ഞാൻ ഇവിടെ ഒരു സമ്മറി പോലെ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, ഇനി അഗെയിൻ നമ്മളിപ്പം ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ വെള്ളത്തിനകത്ത് ഇങ്ക് ഇട്ടു, അത് ട്രാൻസ്ഫർ ചെയ്ത് എല്ലായിടത്തേക്ക് വ്യാപിച്ചു, അതാണല്ലോ ഡിഫ്യൂഷൻ. അത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞാൽ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ. ഇനി ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെ ശരിക്കും 2 ആയിട്ട് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഒരു ടംബ്ലർ അല്ലെങ്കിൽ ഒരു പാത്രം, അതിനകത്ത് വെള്ളമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ഇവിടെ ഒരു ഇങ്കിൻ്റെ ഡ്രോപ്പ് ഇടുന്നു. അപ്പോൾ എന്ത് ചെയ്യും, സ്വമേധയാ വിത്ത് പാസേജ് ഓഫ് ടൈം ഇതിങ്ങനെ വ്യാപിച്ച് ഇക്വിലിബ്രിയത്തിലെത്തും. ഈ പരിപാടി, അതായത് നമ്മുടെ ഒരു ഇൻ്റർഫറൻസും ഇല്ല, സ്വാഭാവികമായിട്ട് ഇരിക്കുന്ന ഒരു ബൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീഡിയത്തിനകത്തേക്ക് കലരാനുള്ള ഒരു സാധനം ഇടുമ്പോൾ അത് അതിൻ്റെ നോർമൽ പരിപാടിയിൽ എന്ത് ചെയ്യും, ഡിഫ്യൂസ് ചെയ്ത് മൊത്തവും. ഇങ്ങനെ നാച്ചുറലി നടക്കുന്ന സാധനത്തിന് പറയുന്ന, അല്ലെങ്കിൽ നാച്ചുറലി നടക്കുന്ന ഡിഫ്യൂഷന് പറയുന്ന പേര് മോളിക്യുലാർ ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ ഫ്രം റാൻഡം മോളിക്യുലാർ മോഷൻ. അതിൽ നമ്മുടെ ഇൻ്റർഫറൻസ് ഇല്ല, അല്ലെങ്കിൽ ഇത് മിക്സ് ആവുന്ന ലിക്വിഡിൻ്റെ ഇൻ്റർഫറൻസ് ഇല്ല. അനങ്ങാതിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇങ്ക് ഇട്ടാൽ അത് എങ്ങനെ വ്യാപിക്കുമോ അത്. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, അനങ്ങാതിരിക്കുന്ന ഒരു പാത്രത്തിൽ ഇങ്ക് ഇട്ടാൽ അത് വ്യാപിക്കാൻ എടുക്കുന്ന സമയം എന്തായിരിക്കും, ഒരുപാട് സമയം എടുക്കും. ഇനി നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കലക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ ഒരു സ്പൂൺ ഇട്ട് എന്ത് ചെയ്യും, ഭയങ്കര ശക്തിയിൽ കലക്കും. നിങ്ങൾ സ്പൂണോട് ഇട്ട് ഇതിനകത്ത് കലക്കി കഴിഞ്ഞാൽ എന്ത് പറ്റും, ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങളൊരു സ്പൂൺ ഇവിടെ കൊണ്ടുവന്ന് കലക്കി, അന്നേരം എന്ത് പറ്റും, അപ്പം തന്നെ വളരെ ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യും, മൊത്തത്തിൽ കലങ്ങി എല്ലായിടത്തും ഒരേ ഇതാവും. ഈ സംഭവം ഇങ്ങനെ ഒരു എക്സ്റ്റേണലായിട്ട്, അല്ലെങ്കിൽ ഈ കലങ്ങിക്കൊണ്ടിരുന്ന ആ വെള്ളത്തിലല്ലേ, ആ വെള്ളത്തെ തന്നെ ഇട്ട് കലക്കി. അപ്പോൾ ആ വെള്ളത്തിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ട് ഡിഫ്യൂഷൻ ഫാസ്റ്റായിട്ട് നടന്നു. അപ്പോൾ ആ വെള്ളത്തിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ട് ഒരു എക്സ്ട്രാ പെട്ടെന്ന് ഒരു ഡിഫ്യൂഷൻ നടന്നില്ലേ, അതിന് പറയുന്ന പേരാണ് എഡ്ഡി ഡിഫ്യൂഷൻ അല്ലെങ്കിൽ കൺവെക്റ്റീവ് ഡിഫ്യൂഷൻ. ദ ഡിഫ്യൂഷൻ ഫ്രം ടർബുലൻ്റ് എഡ്ഡീസ്. കാരണം നമ്മൾ കലക്കുമ്പോൾ എന്ത് പറ്റും, ആ കലങ്ങിക്കൊണ്ടിരുന്ന വെള്ളം തന്നെ എന്ത് ചെയ്യും, ഭയങ്കര ടർബുലൻസ് വരും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് മറിയുകയും അന്നേരം പെട്ടെന്ന് ഇതെന്ത് ചെയ്യും, മിക്സിങ് നടക്കും. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കാനുള്ളത്,
കൺവെക്റ്റീവ് ഡിഫ്യൂഷൻ അല്ലെങ്കിൽ എഡി ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തുണ്ട്, ആ എക്സ്റ്റേണൽ ഫ്ലോ എവിടെ ഉണ്ട്, അതായത് ഈ വെള്ളത്തിൽ കലരുന്ന വെള്ളം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അനങ്ങുന്നുണ്ട്. അതുപോലെ കമ്പാരിറ്റീവ്ലി മോളിക്കുലാർ ഡിഫ്യൂഷനെ അപേക്ഷിച്ച് എന്ത് ചെയ്യും, വളരെ വേഗത്തിൽ എന്ത് ചെയ്യും, ഡിഫ്യൂഷൻ നടക്കും. ഇനി ഒരു നോട്ടായിട്ട് നമ്മൾ പറഞ്ഞ അതേ കാര്യം, മാസ് ട്രാൻസ്ഫർ ഒക്കറിങ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് മോഷൻ ഓഫ് ഫ്ലൂയിഡ് മീഡിയം. കലരുന്ന ഫ്ലൂയിഡ് മീഡിയത്തിൻ്റെ മോഷൻ കാരണം ഉണ്ടാകുന്ന മാസ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന പേരെന്താ, എഡി മാസ് ട്രാൻസ്ഫർ അല്ലെ എഡി ഡിഫ്യൂഷൻ അല്ലെങ്കിൽ കൺവെക്റ്റീവ് മാസ് ട്രാൻസ്ഫർ. അപ്പം ഡിഫ്യൂഷൻ ജനറലായിട്ട് പറഞ്ഞാൽ അതിനെ നമുക്ക് രണ്ടായിട്ട് പറയാം. നാച്ചുറലി നടക്കുന്ന മോളിക്കുലാർ ഡിഫ്യൂഷനും നമ്മൾ ആ കലങ്ങുന്ന വെള്ളം തന്നെ കലക്കി പെട്ടെന്ന് ഡിഫ്യൂഷൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതിന് പറയുന്നത് എന്താ, എഡി ഡിഫ്യൂഷൻ അല്ലെങ്കിൽ കൺവെക്റ്റീവ് ഡിഫ്യൂഷൻ. ആ പേര് ഓർത്തിരുന്നോണം. അപ്പം ടോട്ടൽ, അപ്പോൾ ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് ഇങ്ക് ഇട്ടിട്ട് നിങ്ങൾ കലക്കുവാണെങ്കിൽ ശരിക്കും ടോട്ടൽ ഡിഫ്യൂഷൻ നടന്ന എന്തൊക്കെ കാരണം, ഒന്ന് ഇത് നാച്ചുറലി വ്യാപിക്കുന്നുണ്ട്, പ്ലസ് നിങ്ങൾ കലക്കുമ്പോൾ പെട്ടെന്ന് കലരും. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരും, നാച്ചുറലി ഉള്ള സാധനം പ്ലസ് നമ്മൾ കൺവെക്റ്റീവ് കലക്കുമ്പോൾ ഉണ്ടാകുന്നത്, ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് എന്ത് ഓവറാൾ ഡിഫ്യൂഷൻ നടക്കുന്നത്. അത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒന്ന് ഇരുന്നോട്ടെ. ഇനി ഇതിനകത്ത് മേജറായിട്ട് നോക്കാനുള്ളത് ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ. ഡിഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ഫിക്സ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഒരു ലോ തന്നിട്ടുണ്ട്, അതാണ് അടുത്ത് നോക്കാനുള്ളത്. ഇനി ഫിക്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു ഒരു ഇങ്ക് അല്ലെങ്കിൽ വെള്ളത്തിലിട്ടാൽ നാച്ചുറലി എന്ത് ചെയ്യും, ഇതിങ്ങനെ വ്യാപിക്കുമെന്ന് പറയും. ഈ ഇങ്ക് വ്യാപിക്കുന്നതിൻ്റെ റേറ്റ്, അതായത് എത്രമാത്രം വേഗത്തിലാണ് ഇത് വ്യാപിക്കുന്നത് അല്ലെങ്കിൽ ഡിഫ്യൂഷൻ നടക്കുന്നത് എന്നെനിക്ക് അറിയണമെങ്കിൽ, അതായത് റേറ്റ് ഓഫ്, അഗെയിൻ ശ്രദ്ധിക്കണം, ഇത് ആരുടെ കേസാ, മോളിക്കുലാർ ഡിഫ്യൂഷൻ. ഓരോ വാക്കും ഇമ്പോർട്ടൻ്റ്. മോളിക്കുലാർ ഡിഫ്യൂഷൻ, അതായത് ഇവിടെ ആരെ പറ്റിയാണ് സംസാരിക്കുന്നത്, ഒരു വെള്ളത്തിൽ ഇങ്കിട്ടാൽ അത് സ്വമേധയാ എങ്ങനെ ഡിഫ്യൂസ് ചെയ്യുന്നു. അവിടെ നമ്മൾ വെള്ളം കലക്കുന്ന കാര്യം ഇവിടെ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ ലോയിൽ പറയുന്നില്ല. ഒരു വെള്ളത്തിൽ ഒരു മാറ്റർ ഇട്ടാൽ അത് സ്വമേധയാ ഡിഫ്യൂസ് ചെയ്യുന്നതിൻ്റെ റേറ്റ്, എത്ര വേഗത്തിലാണ് ഇത് കലരുന്നത്, അതിനാണ് എന്ത് പറയുന്നത്, റേറ്റ് ഓഫ് മോളിക്കുലാർ ഡിഫ്യൂഷൻ. ഇനി റേറ്റ് ഓഫ് മോളിക്കുലാർ ഡിഫ്യൂഷൻ ആണ് നമുക്ക് വേണ്ടത്. അത് ഡിഫൈൻ ചെയ്യാനായിട്ട് ഞാനൊരു പാരാമീറ്റർ കൊണ്ടുവരുന്നു, അതിൻ്റെ പേരാണെന്തോ മോളാർ ഫ്ലക്സ്. വെരി ഇമ്പോർട്ടൻറ്റ്, നമുക്കിനി വേണ്ടുന്നത്. അപ്പോൾ ഇത് എന്താ തന്നെ മോളാർ ഫ്ലക്സ് എന്ത് തന്നെയാണ് തരുന്നത്, എത്ര വേഗത്തിലാണ് ഈ ഡിഫ്യൂഷൻ നടക്കുന്നത് എന്ന്, ഏത് ഡിഫ്യൂഷൻ, മോളിക്കുലാർ ഡിഫ്യൂഷൻ നടക്കുന്നതെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഞാനൊരു പാരാമീറ്ററിനെ കൊണ്ടുവരുന്നു, അതിൻ്റെ ആണ് എന്ത് പറയുന്നത്, മോളാർ ഫ്ലക്സ്. ഇനി മോളാർ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ, മോളാർ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിലെ ഒരു യൂണിറ്റ് ഏരിയ എടുത്തു, ഒരു യൂണിറ്റ് ഏരിയയിൽ ഒരു യൂണിറ്റ് ടൈം, ഒരു യൂണിറ്റ് ഏരിയയിൽ ഒരു സെക്കൻഡിൽ ഈ മാറ്റർ, അതായത് എന്താ മോൾസ്, എത്ര വേഗത്തിലാണ് നീങ്ങുന്നത്. ഇത് വളരെ വേഗം നീങ്ങുവാണെങ്കിൽ എന്താ പറയുക, ഡിഫ്യൂഷൻ വളരെ വേഗം നടക്കുന്നു. പയ്യെ ആണ് പോകുന്നതെങ്കിൽ ഡിഫ്യൂഷൻ പയ്യെ നടക്കുന്നു. അപ്പോൾ ഈ മോളാർ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് യൂണിറ്റ് ഏരിയയിൽ ഒരു സെക്കൻഡിൽ എത്രമാത്രം മോളിക്യൂൾസ് ആണ് പാസ് ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ ആ വോളിയം ഓഫ് മോൾസ്, അതിനാണ് എന്ത് പറയുന്നത്, മോളാർ ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ മോളാർ ഫ്ലക്സ് ഡ്യൂ ടു ഡിഫ്യൂഷൻ. അപ്പോൾ ഇത് ഈ ടേം എന്ന് പറഞ്ഞാൽ എന്തിനാണ് സൂചിപ്പിക്കുന്നത്, എത്ര വേഗത്തിലാണ് ഡിഫ്യൂഷൻ നടക്കുന്നത്. ഇനി ഫിക്സ് പറയുന്നത് ഈ മോളാർ ഫ്ലക്സ് ഡ്യൂ ടു ഡിഫ്യൂഷൻ പ്രൊപ്പോർഷണൽ ടു എന്താ, കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. അതായത് ഒരു ഹൈ കോൺസെൻട്രേഷൻ ഉണ്ട്, ലോ കോൺസെൻട്രേഷൻ ഉണ്ട്, ഇവർ തമ്മിലുള്ള ഡിഫറൻസ്, അതിനല്ലേ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. ഈ അത് നമുക്കും അറിയാം. ഇവിടെ നിങ്ങൾ ഇങ്ക് ഇട്ടു, ഇവിടെ ഒന്നും ഇങ്കില്ല, അന്നേരം എന്ത് പറ്റും, ഇവിടെ ഹൈ കോൺസെൻട്രേഷൻ, ഇവിടെ 0 കോൺസെൻട്രേഷൻ. അന്നേരം എന്ത് ചെയ്യും, വളരെ വേഗത്തിൽ എന്ത് ചെയ്യും, ആദ്യം എന്ത് ചെയ്യും, വളരെ വേഗം വ്യാപിക്കുന്നതായിട്ട് കാണും. പയ്യെ സമയം കഴിയുമ്പോൾ ഇത് കുറച്ച് കലർന്ന് അങ്ങോട്ടാകുമ്പോൾ എന്ത് ചെയ്യും, പിന്നീട് കുറേ സമയം എടുക്കും ഇത് മൊത്തത്തിലാവാൻ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെന്തുകൊണ്ടാണ്? കാരണം കോൺസെൻട്രേഷൻ്റെ ആ ഗ്രേഡിയൻ്റ് എന്തോ സമയം കൂടുന്തോറും അത് കുറഞ്ഞുകൊണ്ടിരിക്കുക. കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് കുറയുന്നതിനനുസരിച്ച് ഇതാ ഡിഫ്യൂഷൻ നടക്കുന്നതിൻ്റെ റേറ്റും എന്ത് ചെയ്യും, കുറയും. അതേസമയം കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ആദ്യം ഭയങ്കര കൂടുതലല്ല, അന്നേരമുള്ള റേറ്റ് എന്തായിരിക്കും, വളരെ വേഗം എന്ത് ചെയ്യും, ഇത് ഡിഫ്യൂഷൻ ചെയ്യും. സോ ഫിക്സ് പറയുന്നത് മോളാർ ഫ്ലക്സ് ഡ്യൂ ടു ഡിഫ്യൂഷൻ, അതിന് ഡിനോട്ട് ചെയ്യുന്ന, മോളാർ ഫ്ലക്സിനെ ഡിനോട്ട് ചെയ്യുന്ന JA സഫിക്സ് A എന്ന് പറയുന്നൊരു നൊട്ടേഷൻ കൊണ്ട് പ്രൊപ്പോർഷണൽ ടു DC/dz. DC/c, dz എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്, C എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ, Z എന്ന് പറഞ്ഞാൽ ആ ഡിസ്റ്റൻസ്.
ഈ ഡിസ്റ്റൻസ് ഇവിടെ ഒരു കോൺസെൻട്രേഷൻ, ഇവിടെ ഒരു കോൺസെൻട്രേഷൻ, തമ്മിലുള്ള ഡിസ്റ്റൻസ് Z. ഇനി J ആണ് ആക്ച്വലി മോളാർ ഫ്ലക്സ്. J എന്ന് പറഞ്ഞാൽ ഈ നീല ഒരു B എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റും A എന്ന് പറയുന്ന മറ്റൊരു കമ്പോണൻറ്റും ആണെങ്കിൽ ഈ A എന്ന് പറയുന്ന സാധനം വെള്ളത്തിൽ ഡിഫ്യൂസ് ചെയ്യുന്നതിൻ്റെ അതിനെപ്പറ്റി പറയുന്നുണ്ട് J എന്ന് പറയുന്നത്. ഇനി തിരിച്ച് വെള്ളം ഈ ഇങ്കിൽ എത്രത്തോളം വേഗത്തിലാണ് ഡിഫ്യൂഷൻ നടക്കുന്നത് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് പറയാം? നിങ്ങൾ JB എഴുതണം. JB പ്രൊപ്പോർഷണൽ ടു DC/dZ. അപ്പോൾ കോൺസെൻട്രേഷൻ Bയുടെ നോക്കും. ഇവിടെ ശരിക്കും പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ ടു DCA, എയുടെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റാണ് നോക്കേണ്ടത്. കാരണം ഇങ്ക് നോക്കുന്ന എന്തോ ഇങ്ക് വ്യാപിക്കുമ്പോൾ ഇങ്കിൻ്റെ കോൺസെൻട്രേഷൻ വ്യത്യാസം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഉണ്ട്. പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ എന്ത് ചെയ്യണം? ഒരു കോൺസ്റ്റന്റ് കൊടുക്കണം. അപ്പോൾ ഫൈനലി നമുക്ക് ഇക്വേഷൻ കിട്ടും. JA ഈസ് ഈക്വൽ ടു D - DAB ഇൻറ്റു DCA/DZ. ഇനി -DAB ആദ്യം മൈനസ് വന്നു. എന്തുകൊണ്ട്? കാരണം DC എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ, ഫൈനൽ കോൺസെൻട്രേഷൻ മൈനസ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. നമുക്കറിയാം ഫൈനൽ കോൺസെൻട്രേഷൻ ഡിഫ്യൂഷൻ കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ കോൺസെൻട്രേഷൻ ഗ്രേഡിന് കുറഞ്ഞു വരുമല്ലേ, ഫൈനൽ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. അതുകൊണ്ട് അത് സൂചിപ്പിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യും? ഇതിനകത്തൊരു നെഗറ്റീവ് സൈനും കൂടി ഇടേണ്ടതായിട്ട് വരും. അതാണ് ഈ നെഗറ്റീവ് സൈൻ. ഇനി ഇവിടെ കൊടുക്കുന്ന കോൺസ്റ്റന്റ് DAB എന്ന് പറഞ്ഞാൽ അതിന് പറയുന്ന ഡിഫ്യൂസിവിറ്റി അഥവാ ഡിഫ്യൂഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയും. രണ്ടും ഒരാളാണ്. ഡിഫ്യൂസിവിറ്റി അഥവാ ഡിഫ്യൂഷൻ കോഎഫിഷ്യൻ്റ്. ഇത് ആ മീഡിയത്തിൻ്റെ പ്രത്യേകത. അതായത് ഈ ഇങ്ക് കലരുന്നത് വെള്ളത്തിലാണെങ്കിൽ എന്ത് ചെയ്യും? കമ്പാരറ്റീവ്ലി ഫാസ്റ്റായിട്ട് ഇങ്കിന് ഡിഫ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഇതേ സാധനം ഒരു തേനിനകത്താണ് ഇങ്ക് ഇട്ടെങ്കിൽ അത്ര വേഗത്തിൽ ഇതിങ്ങനെ കലരുമോ? ഇല്ല. കാരണം വിസ്കോസിറ്റി കൂടും. അതായത് ബേസിക്കലി ആ മീഡിയത്തിൻ്റെ പ്രോപ്പർട്ടിയാണ് എന്തോ ഈ DAB സൂചിപ്പിക്കുന്നത്. ഡിഫ്യൂസിവിറ്റി അല്ലെങ്കിൽ ഡിഫ്യൂഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയും DAB. ഇനി ഇതിനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പലയിടത്തും കണ്ടിട്ടുള്ളത് ഇതിൻ്റെ യൂണിറ്റ്സ്. ഡിഫ്യൂസിവിറ്റിയുടെ യൂണിറ്റ് ഓർത്ത് വെക്കുക, m²/s. ഇനി ഡിഫ്യൂസീവ് ഫ്ലക്സ് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മോളാർ ഫ്ലക്സ് എൻ്റെ യൂണിറ്റ് എന്തോ നമ്മൾ പറഞ്ഞു, 1 m² ഒരു സെക്കൻഡിൽ എത്ര മോൾസ് പോകുന്നു എന്ന് പറഞ്ഞാൽ എന്തോ മോൾസ് പെർ സെക്കൻഡ് പെർ m². ഇപ്പോൾ യൂണിറ്റ് എന്തോ മോൾസ് പെർ സെക്കൻഡ് പെർ m². ജെയുടെ യൂണിറ്റ് അതും ഇമ്പോർട്ടൻ്റ്. ഡിഫ്യൂസിവിറ്റി അല്ലെങ്കിൽ ഡിഫ്യൂഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ യൂണിറ്റും ഇമ്പോർട്ടൻ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് യൂണിറ്റ്. ഇത് സ്ഥിരം ഈവൻ ഇവരുടെ ഗേറ്റിൻ്റെ എക്സാമിന് പോലും ഈ യൂണിറ്റ്സ് ചോദിക്കാറുണ്ട് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ. സോ യൂണിറ്റ്സ് വിട്ട ഒരു കളിയുമില്ല. മോളാർ ഫ്ലക്സിൻ്റെ ആ ഡെഫിനിഷൻ ഓർക്കുക. ഇത്ര മോൾസ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് മോൾസ് പെർ സെക്കൻഡ് പെർ m². ഡിഫ്യൂസിവിറ്റിയുടെ യൂണിറ്റ് എന്താ? m²/s. അതിപ്പോൾ അങ്ങനെ ഇരുന്നോട്ടെ. നിങ്ങൾക്കത് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ ഞാൻ അടുത്ത സ്ലൈഡിൽ പറഞ്ഞുതരാം എങ്ങനെ റിലേറ്റ് ചെയ്യാം. അതിൻ്റെ ഓർനെയിം ഓർത്തോണം, ഡിഫ്യൂസിവിറ്റി അല്ലെങ്കിൽ ഡിഫ്യൂഷൻ കോഎഫിഷ്യൻ്റ്, രണ്ടും ഒന്നാണ്. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെ JA എന്ന് പറഞ്ഞാൽ -DAB ഇൻറ്റു DCA/DZ. ഇനി ഇതിനകത്ത് A എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? A കമ്പോണൻറ്റിൻ്റെ മോളാർ ഫ്ലക്സ്. അതായത് വെള്ളവും ഇങ്കും ആണെങ്കിൽ ഇങ്ക് കലരുന്ന മോളാർ ഫ്ലക്സ് ഏത് റേറ്റിലാണെന്നാണ് JA സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ഇങ്കാണെങ്കിൽ ഇങ്കിൻ്റെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് വേണം എടുക്കാൻ. DAB എന്ന് പറഞ്ഞാൽ എന്തോ? A കമ്പോണൻറ്റ് Bയിൽ കലരുന്നു, Aയിൽ നിന്ന് Bയിലേക്ക് ഡിഫ്യൂഷൻ നടത്തുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തിരിച്ചൊന്ന് ആലോചിച്ച്, വെള്ളത്തിൽ നിന്ന് വെള്ളം ഇങ്കിലേക്ക് എങ്ങനെ കലരുന്നു? ഈ സെയിം സമയത്ത് ഇങ്ക് വെള്ളത്തിലേക്ക് കലരുന്നു എന്ന് പറഞ്ഞാൽ തിരിച്ച് വെള്ളം ഇങ്കിലേക്ക് കലരുന്നു എന്ന് തിരിച്ചും ചിന്തിച്ചുകൂടെ? ഇപ്പം വെള്ളം ഇങ്കിലേക്ക് കലരുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? JB ഈക്വൽ ടു -D വെള്ളം ഇങ്കിലേക്ക് DBA ഇൻറ്റു ആരുടെ കോൺസെൻട്രേഷൻ? രണ്ടാമത്തെ CB/DZ. ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ഇനി ഇതിൻ്റെ യൂണിറ്റ് നമ്മൾ പറഞ്ഞു, ഡിഫ്യൂഷൻ കോഎഫിഷ്യൻ്റ് അല്ലെങ്കിൽ ഡിഫ്യൂസിവിറ്റിയുടെ യൂണിറ്റ് m²/s. ഇനി ഈ ഞാൻ പറഞ്ഞു DAB എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിഫ്യൂഷൻ നടക്കുന്ന മീഡിയത്തിനെ ബാധിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഏതൊക്കെ മീഡിയം ആവാം? സോളിഡ് ആവാം, ലിക്വിഡ് ആവാം, ഗ്യാസ് ആവാം, എന്തിൽ വേണമെങ്കിലും ഡിഫ്യൂഷൻ നടക്കാമല്ലോ. അപ്പോൾ അത് സോളിഡ് ആണെങ്കിൽ ഈ ഡിഫ്യൂഷൻ്റെ റേഞ്ച് അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ 10⁻⁻40 × 10⁻10
ലിക്വിഡ് ആണെങ്കിൽ 10⁻10 to 10⁻9. ഗ്യാസ് ആണെങ്കിൽ 5 വേണമെന്നില്ല, 10⁻6 to 10⁻5 മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഇത് ഞാൻ വെറുതെ എഴുതിയിട്ടേക്കുമല്ല, ഇതൊരു 5 സ്റ്റാർ സംഭവമാണ്. ഈ സംഭവം നിങ്ങൾ ആലോചിച്ച് വെക്കണം. നമ്മൾ ഇതിന് ശേഷം നമ്മൾ ക്വസ്റ്റ്യൻസ് കുറേ ചെയ്യും, ആ ടൈമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലാതെ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, പലയിടത്തും അവർ എക്സാമിന് ചോദിക്കും ഡിഫ്യൂസിവിറ്റിയുടെ വാല്യൂ എത്രയാണ്, അല്ലെങ്കിൽ ഡിഫ്യൂഷൻ കോഎഫിഷ്യൻ്റെ വാല്യൂ എത്രയാണെന്ന് ഡയറക്റ്റ് ചോദിക്കും. അന്നേരം അവർ എന്തെങ്കിലും 2 കാര്യങ്ങൾ തരും. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ആ തന്നിരിക്കുന്ന സാധനം ഗ്യാസ് ആണോ സോളിഡ് ആണോ വാട്ടർ ആണോ എന്ന് നോക്കണം. വാട്ടർ ആണെങ്കിൽ അതിൻ്റെ റേഞ്ച് എപ്പോഴും എന്തായിരിക്കണം, ഈ 10⁻10 അല്ലെങ്കിൽ 10⁻9, കാരണം ലിക്വിഡ് ആയതുകൊണ്ട്. സോളിഡ് ആണ് 10⁻14 to 10⁻10 ഇടയിലായിരിക്കണം. ഗ്യാസ് ആണെങ്കിൽ 10⁻6 to 10⁻5 ഇടയിലായിരിക്കണം. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇതല്ലെങ്കിൽ മീൻസ് ആ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ഈ റേഞ്ച് വരുന്ന സാധനം പിക്ക് ചെയ്താൽ മതി, അല്ലാതെ കണ്ടുപിടിക്കാനൊന്നും വേറെ ഇല്ല. പഴയ ഒരു ഗേറ്റ് ക്വസ്റ്റ്യൻ അന്ന് ചോദിച്ചത് അസറ്റിക് ആസിഡും ടൊളുവിനും മിക്സ് ചെയ്യുമ്പോൾ ഉള്ള ഡിഫ്യൂസിവിറ്റി എത്രയാണെന്ന്. അസറ്റിക് ആസിഡും ലിക്വിഡാ, ടൊളുവിനും ലിക്വിഡാ. അപ്പോൾ ആ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ലിക്വിഡിൻ്റെ 10⁻10 to 10⁻9 റേഞ്ചിൽ വരുന്ന ഏതാണ് ഓപ്ഷൻ ഉള്ളത് അത് എടുത്തോളൂ. ഓക്കെ, ഇത് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്, അത് ശ്രദ്ധിച്ചോണം. അപ്പോൾ ഈ വാല്യൂ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം 10⁻14 ആണോ 10⁻6 ആണോ വലുത്, 10⁻14. അപ്പം നോക്കി, സോളിഡിൽ ഡിഫ്യൂഷൻ എന്തു ഭയങ്കര കുറവാണ്, ലിക്വിഡിൽ കുറച്ചുകൂടെ കൂടും, ഗ്യാസിലാണ് കമ്പാരിറ്റീവ്ലി എന്തു പെട്ടെന്ന് ഡിഫ്യൂഷൻ നടക്കുന്നത്. ഓക്കെ, ഇത്രയാണ് ഡിഫ്യൂഷനെ പറ്റി ഏത് ഡിഫ്യൂഷൻ, മോളിക്കുലാർ ഡിഫ്യൂഷനെ പറ്റി ഫിക്സ് ലോ പറയുന്നത്. ഇനി നമ്മൾ ഫിക്സ് ലോ പഠിച്ചതുപോലെ തന്നെ ഇത് ശരിക്കും ഫ്ലൂയിഡുമായിട്ടും ഹീറ്റ് ട്രാൻസ്ഫറുമായിട്ടും വളരെ ബന്ധമുണ്ട്. ഇപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫറിൽ നിങ്ങൾക്ക് അറിയാം ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ഉള്ളതുകൊണ്ട് ആണ് എന്ത് ചെയ്യുന്നത്, ഹീറ്റ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നത്. വാട്ടറിൻ്റെ കേസിൽ എന്താണ്, ഒരു ഹെഡ് ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് വെള്ളം ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് ഒഴുകുന്നത്. മാസ് ട്രാൻസ്ഫറിന് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ഉള്ളതുകൊണ്ടാണ് മാസ് ഒരു സ്ഥലത്ത് നിന്ന് മറു സ്ഥലത്തേക്ക് ഒഴുകുന്നത്. അപ്പോൾ അത് കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ 3 കാര്യമുണ്ട്. നമ്മൾ മാസ് ഡിഫ്യൂസിവിറ്റി ഇപ്പോൾ പഠിച്ചേ ഉള്ളൂ, DAB. അതുപോലെ തന്നെ മൊമെൻറ്റം ഡിഫ്യൂസിബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, തെർമൽ ഡിഫ്യൂസിവിറ്റി ഉണ്ട്. ഏറ്റവും രസകരമായ കാര്യം, ഇത് 3ൻ്റെയും യൂണിറ്റ് എന്താ, സെയിം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഈ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നിങ്ങൾ ഒരു സ്ഥലത്ത് പഠിച്ചിട്ടുണ്ട്. കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അറിയാമെങ്കിൽ നിങ്ങൾക്കറിയാം കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് എന്താ, സ്റ്റോക്സ് അഥവാ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഇനി കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ മറ്റൊരു പേര് തന്നെയാണ് എന്തു, മൊമെൻറ്റം ഡിഫ്യൂസിവിറ്റി. മൊമെൻറ്റത്തിൻ്റെ ചേഞ്ച് അല്ലെങ്കിൽ അതെങ്ങനെയാണ് വ്യാപിക്കുന്നത് എന്നുള്ളതാണ് സംഭവം എന്തു, മൊമെൻറ്റം ഡിഫ്യൂസിവിറ്റി. അപ്പോൾ അത് ഇവിടെ നമ്മൾ മോളാർ ഡിഫ്യൂസിവിറ്റി അല്ലെങ്കിൽ മാസ് ഡിഫ്യൂസിവിറ്റി പഠിച്ചുകൊണ്ട് അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. മാസ് ഡിഫ്യൂസിവിറ്റി, മൊമെൻറ്റം ഡിഫ്യൂസിവിറ്റി, തെർമൽ ഡിഫ്യൂസിവിറ്റി, അതായത് ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഇത് 3 എന്ത് യൂണിറ്റ് നമ്മൾ പറഞ്ഞ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. അപ്പോൾ ഇനി തിരിഞ്ഞു പോകരുത്, കാരണം കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി എന്താവും, ബാക്കി മാസ് ഡിഫ്യൂസിവിറ്റി അതെല്ലാം എന്തോ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് തന്നെ. അപ്പോൾ അതിനി മറന്നു പോകേണ്ടതല്ല. ഇനി ഫിക്സ്ഡ് ലോ നമ്മൾ പഠിച്ചു മാസ് ട്രാൻസ്ഫറിൻ്റെ കേസിൽ. അതേപോലെ ഞാൻ പറഞ്ഞു അനോളജി, വെള്ളത്തിൻ്റെ കേസിൽ ഒരു ലോ ഉണ്ട്, ടെമ്പറേച്ചറിൻ്റെ കേസിലും ലോ ഉണ്ട്. 3 പേര്, ഫിക്സ് ലോ, ന്യൂട്ടൺസ് ലോ, ഫൊറിയേഴ്സ് ലോ. സിവിലുകാർക്ക് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി അറിയായിരിക്കും. ടോ = μ/du/dy എന്ന് പറഞ്ഞാൽ എന്തോ, ഷിയർ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു മ്യൂ, കോൺസ്റ്റന്റ് അല്ലേ, പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണല്ലോ, മ്യൂ പ്രൊപ്പോർഷണൽ ടു ടോ പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. ഇനി മെക്കാനിക്കലുകാർക്ക് ഓൾറെഡി അറിയാം ഫൊറിയേഴ്സ് ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ. നിങ്ങൾക്ക് ഹീറ്റ് ട്രാൻസ്ഫറിലും ഇത് പഠിക്കാനുണ്ടെന്ന് തോന്നുന്നു. എന്താണ് ഹീറ്റ് ഫ്ലക്സ്, അവിടെ വരുന്ന ഹീറ്റ് ഫ്ലക്സ് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് dT/dx. ഹീറ്റ് ഫ്ലക്സ് എന്ന് പറഞ്ഞാലും ഡിസ്ചാർജ് ബൈ ഏരിയ ബേസ് ചെയ്താൽ പറയുന്നത്, മെക്കാനിക്കൽക്കാർക്കറിയാം. ഇനി നിങ്ങൾ കെമിക്കലിൽ ഇപ്പോൾ നമ്മൾ പഠിച്ചു ഫിക്സ് ലോ എന്താ പറയുന്നത്, മോളാർ ഫ്ലക്സ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. ഇപ്പോൾ ഇത് 3 ഒരേപോലത്തെ പല സ്ഥലങ്ങളിലുള്ള എന്നാൽ ഒരേപോലെ ഇരിക്കുന്ന സാധനങ്ങളാണ്. ഫിക്സ് ലോ മാസ് ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്, മോളാർ ഫ്ലക്സ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേറ്റഡ് ഗ്രേഡിയൻറ്റ്. ഫ്ലൂയിഡിൽ വരുന്നത് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി, ഷിയർ സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. ഫൊറിയേഴ്സ് ലോ ഹീറ്റ് കണ്ടക്ഷനിൽ വരുമ്പോൾ എന്ത്, ഹീറ്റ് ഫ്ലക്സ് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ്. അതും കൂടി ജസ്റ്റ് ഒന്ന് കൂടെ ഓർത്തിരിക്കുക.
കാരണം ചിലപ്പോൾ ചോദിക്കാം എന്താ മാസ് ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട ലോ ഏത്, അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഫിക്സ് ലോ. ഇനി നമ്മൾ ഫ്ലക്സ് യൂണിറ്റ് പറഞ്ഞായിരുന്നു. എന്തായിരുന്നു ഫ്ലക്സിൻ്റെ യൂണിറ്റ്? നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് മോൾസ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം, മോൾസ് പെർ സെക്കൻഡ് ഇൻറ്റു മീറ്റർ സ്ക്വയർ. ഇതാണല്ലോ. ഇതേ സാധനം നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ഇൻറ്റു വെലോസിറ്റി എഴുതാം. അതായത് കോൺസെൻട്രേഷൻ്റെ യൂണിറ്റ് എന്താ? മോൾ പെർ മീറ്റർ. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് മോൾസ് പെർ യൂണിറ്റ് വോളിയം. അതിനാണ് എന്ത് പറയുന്നത്? നമ്പർ ഓഫ് മോൾസ് പെർ യൂണിറ്റ് വോളിയത്തിനാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അപ്പം മോൾസ് പെർ മീറ്റർ ക്യൂബ്. ഇനി വെലോസിറ്റി യൂണിറ്റ് എന്തോ? മീറ്റർ പെർ സെക്കൻഡ്. ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് പറ്റും? ഇവിടെ മീറ്ററും ക്യാൻസൽ ചെയ്ത് മോൾ പെർ മീറ്റർ സ്ക്വയർ സെക്കൻഡ് എന്ന് വരും. അതായത് ഫ്ലെക്സിനെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ഫ്ലെക്സ് എന്ന് പറയുന്നതിന് കോൺസെൻട്രേഷൻ ഇൻറ്റു വെലോസിറ്റി എന്ന രീതിയിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഡിനോട്ട് ചെയ്യാം. ഇത് വെച്ച് ക്വസ്റ്റ്യൻ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല, എങ്കിലും ഓർത്ത് വെക്കാം. ഇങ്ങനെ ഒരു റിലേഷൻ എന്ന് പറയാം. ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഇൻറ്റു വെലോസിറ്റി. ഓക്കെ. ഇനി ഈ വെലോസിറ്റി ഏതായിരിക്കും? ഡിഫ്യൂസീവ് ഫ്ലക്സ്. നോർമലായിട്ട് ഈ മോളിക്യൂൾ സ്വയമേ നാച്ചുറലി ചെയ്യുവാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി ആയിരിക്കും. കൺവെക്റ്റീവ് ഫ്ലക്സ്, അതായത് വെള്ളവും കൂടെ കലർന്ന് അങ്ങനെ ഡിഫ്യൂഷൻ നടക്കുകയാണെങ്കിൽ ഏതിൻ്റെ വെലോസിറ്റി എടുക്കണം? ആ മീഡിയത്തിൻ്റെ കലങ്ങുന്നതിൻ്റെ വെലോസിറ്റി വേണം എടുക്കാൻ. ഓക്കെ. അപ്പോൾ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഇൻറ്റു വെലോസിറ്റി. ഇനി നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ കേസ് തന്നെ ടോട്ടൽ മൊത്തത്തിലുള്ള മോളാർ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? നാച്ചുറലി മിക്സ് ചെയ്യുന്ന പാർട്ട്, ഡിഫ്യൂസീവ് പാർട്ടും മീഡിയം കലക്കുവാണെങ്കിൽ അതുകൂടെ ചേർന്നിട്ടായിരിക്കും എന്തോ ഓവറാൾ സംഭവം വരുന്നത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ പഠിച്ചത് ഏതാ? ജെ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മോളിക്കുലാർ ഡിഫ്യൂഷൻ, നാച്ചുറലായിട്ടുള്ള കാര്യം. ഇനി എന്ത് ചെയ്യണം? ഈ കൺവെക്റ്റീവ് പാർട്ട് എന്താണെന്നുകൂടെ നമുക്ക് കണ്ടുപിടിക്കണം. അതുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? ടോട്ടൽ മോളാർ ഫ്ലക്സ്, മൊത്തത്തിൽ ഒരു സാധനം ഒരു വെള്ളത്തിൽ ഡിഫ്യൂസ് ചെയ്യുന്ന കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നാച്ചുറലി ഉള്ളത് പ്ലസ് ഇതുകൂടെ കൂട്ടിയാൽ പോരെ. അപ്പോൾ നമ്മൾ ആദ്യത്തെ പഠിച്ചു കഴിഞ്ഞു ജെ. ഇനി ഇതുകൂടെ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി യൂണിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മോളാർ ഫ്ലക്സിന് യൂണിറ്റ് എന്ത്? മോൾസ് പെർ മീറ്റർ സ്ക്വയർ സെക്കൻഡ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫ്യൂസിവിറ്റി കോഫിഷ്യൻ, ഡിഫ്യൂഷൻ കോഫിഷ്യൻ എന്ന് പറഞ്ഞാൽ എന്ത്? മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ വാല്യൂസ് ഇമ്പോർട്ടൻ്റ്. സോളിഡ് 10⁻⁻⁴ ഇൻറ്റു 10⁻⁻10, ലിക്വിഡ് 10⁻⁻10 ടു 10⁻⁹. ഗ്യാസ് വരുമ്പോൾ 10⁻⁻6 ടു 10⁻⁵. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. ഇനി നമുക്ക് നോക്കാനുള്ളത് കൺവെക്റ്റീവ് പാർട്ട്, അല്ലെങ്കിൽ കൺവെക്റ്റീവ് കാരണം ഡിഫ്യൂഷൻ നടക്കുന്നതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അത് പറയുന്നതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളെ ഒരു കാര്യം ചെറുതായിട്ട് ഓർമ്മപ്പെടുത്തണം. മോൾ ഫ്രാക്ഷൻ അല്ലെങ്കിൽ മോൾ പെർസെൻറ്റേജ് എന്താണെന്ന് നിങ്ങളെ ഒന്ന് പറഞ്ഞു തരണം. മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇതിനകത്ത് രണ്ട് കമ്പോണൻറ്റ്, എ എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ്, ബി എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ്, നീല കളറിലുള്ളതും ചുവപ്പ് കളറിലുള്ളതും. ഇത് രണ്ടും രണ്ട് ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ്. അതുകൊണ്ട് രണ്ടിൻ്റെയും നമ്പർ ഓഫ് മോൾസ് എന്തായിരിക്കും? പലതായിരിക്കും. രണ്ടിൻ്റെ വെയിറ്റ് പലതാ, മോളിക്കുലാർ വെയിറ്റ് പലതാ. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് വ്യത്യാസമായിരിക്കും. എ എന്ന് പറയുന്നതിൻ്റെ ഇതിനകത്തുള്ള നമ്പർ ഓഫ് മോൾസ് എൻ എയും, ബി എന്ന് പറയുന്നതിൻ്റെ നമ്പർ ഓഫ് മോൾസ് എൻ ബി എന്നും ഇടുന്നു. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എത്രയായിരിക്കും? ഇതിനകത്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എൻ എ പ്ലസ് എൻ ബി അല്ലേ? ആണല്ലോ, ആണ്. ഇനി മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മൊത്തമുള്ള മോളിനകത്ത് ഒരു കമ്പോണൻറ്റിൻ്റെ മോൾസ് എത്ര, അതിൻ്റെ ഫ്രാക്ഷൻ, അതായത് മോളുകളുടെ ഫ്രാക്ഷൻ. ഇപ്പം എന്ത് വരും? ഇപ്പം മോൾ ഫ്രാക്ഷൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ടോട്ടൽ മോൾസ് എൻ എ പ്ലസ് എൻ ബി. അതിനകത്ത് എൻ എ എത്രയുണ്ട്? മോൾ ഫ്രാക്ഷൻ ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്ത്? എൻ ബി ബൈ എൻ എ പ്ലസ് എൻ ബി. എൻ എ പ്ലസ് എൻ ബി ടോട്ടൽ മോൾസ് ആണ്. അതിനകത്ത് ബി എന്ന് പറയുന്ന കമ്പോണൻറ്റിൻ്റെ മോൾസ് എത്രയുണ്ട്? ഇത്രേ ഉള്ളൂ എന്ത്? മോൾ ഫ്രാക്ഷൻ. ടോട്ടൽ മോൾസിനകത്ത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഇൻഡിവിജ്വൽ കമ്പോണൻറ്റ് ബൈ നമ്പർ ഓഫ് മോൾസ്, ടോട്ടൽ മോൾസ്. സിമ്പിൾ ആണല്ലോ. ഇത് ഫ്രാക്ഷൻ. മോൾ പെർസെൻറ്റേജ് ആണെങ്കിൽ എന്ത് ചെയ്യും? സെയിം സാധനം എന്ത് ചെയ്യും? ഇൻറ്റു 100% കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. ഇൻറ്റു 100 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 100 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മോൾ പെർസെൻറ്റേജ് ആയി. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇനി ഇതിനകത്ത് ഈ രണ്ട് കമ്പോണൻറ്റേ ഉള്ളെങ്കിൽ മോൾ ഫ്രാക്ഷൻസ് എല്ലാം കൂടെ കൂട്ടി എന്ത് വരും? എയും ബിയും ഉള്ളെങ്കിൽ ഇത് പ്ലസ് ഇത് ചെയ്യാൻ എന്ത് വരും? ഡിനോമിനേറ്റർ സെയിം. ന്യൂമറേറ്ററും കൂട്ടുമ്പോൾ എന്ത് പറ്റും? എൻ എ പ്ലസ് എൻ ബി. ഇത് രണ്ടും ക്യാൻസൽ ആയിട്ട് എന്ത് വരും? ഈക്വൽ ടു 1. അപ്പോൾ രണ്ട് കമ്പോണൻറ്റേ ഉള്ളെങ്കിൽ മോൾ ഫ്രാക്ഷൻസ് എക്സ് എ പ്ലസ് എക്സ് ബി എന്ത് വരും? 1 വരും. ഇനി 3 കമ്പോണൻ്റ് ഉണ്ടെങ്കിലോ? 3 പേരുടെയും മോൾ ഫ്രാക്ഷൻ എക്സ് എ പ്ലസ് എക്സ് ബി പ്ലസ് എക്സ് സി കൂട്ടുമ്പോൾ എന്ത് വരും? 1 വരും.
അതും നിങ്ങൾക്ക് ഇതൊക്കെ നമ്മൾ +1 പഠിച്ചിട്ടുള്ള കെമിസ്ട്രി. ഓക്കെ, ഇനി നോക്കാനുള്ളത് മോളാർ കോൺസെൻട്രേഷൻ. ഇത് നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞായിരുന്നു. കോൺസെൻട്രേഷൻ പറഞ്ഞപ്പോൾ എന്താണ് മോളാർ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം. നമ്പർ ഓഫ് മോൾസ് ബൈ യൂണിറ്റ് വോളിയം, N/V. അപ്പോൾ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഇനി വരേണ്ടത് മോളാർ കോൺസെൻട്രേഷൻ, കാരണം മാസിൻ്റെ സംഭവം. മോളാർ കോൺസെൻട്രേഷൻ അല്ലെ വെറും കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം. ഇത് ആക്ച്വലി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതും +1 മൊളാരിറ്റി എന്ന് പറഞ്ഞൊരു സാധനം പഠിച്ച ഓർമ്മയുണ്ടോ? മൊളാരിറ്റി എന്താണ് സൂചിപ്പിക്കുന്നത്? അതൊരു കോൺസെൻട്രേഷൻ തരുന്ന ഒരു പാരാമീറ്ററാണ്. എന്താണ് മൊളാരിറ്റി? മൊളാരിറ്റി ഈസ് നമ്പർ ഓഫ് മോൾസ് പെർ യൂണിറ്റ് വോളിയം. അവിടെ ഒരു പ്രത്യേകത ഉണ്ട്. മൊളാരിറ്റി ആണെങ്കിൽ വോളിയം ഏതിൽ തന്നെ എടുക്കണം? ലിറ്ററിൽ തന്നെ എടുക്കണം. നോക്കി, ഇവിടെ നോക്കി, നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ഇൻ ലിറ്റർ. ഇവിടെ നോക്കി, നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം. ഇതെന്തോ കോൺസെൻട്രേഷൻ. അതുകൊണ്ടാണ് പറഞ്ഞത് മൊളാരിറ്റി എന്താ സൂചിപ്പിക്കുന്നത്? കോൺസെൻട്രേഷനാണ്. പക്ഷെ ഒരു വ്യത്യാസം, വോളിയം എപ്പോഴും എന്തിലിടണം? ലിറ്ററിൽ ഇടണം. മൊളാരിറ്റി ആണെങ്കിൽ. മോളാർ കോൺസെൻട്രേഷൻ എന്ന് ചുമ്മാ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂണിറ്റിൽ ഇടാം. ഓക്കെ, മോളാർ കോൺസെൻട്രേഷൻ പഠിച്ചു. മാസ് കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് അറിയാം. മാസ് കോൺസെൻട്രേഷൻ എന്തോ? മാസ് ബൈ വോളിയം, ഡെൻസിറ്റി. മാസ് കോൺസെൻട്രേഷൻ ആണ് ഡെൻസിറ്റി. ഓക്കെ, അപ്പം മൊളാരിറ്റിയുടെ കേസ് പഠിച്ചു. ജസ്റ്റ് ഒന്ന് ഓർക്കാനായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം ഇതൊക്കെ കെമിക്കൽ നിങ്ങൾ പഠിക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി പുതിയ സംഭവമാണെങ്കിൽ അറിയാവുന്ന സംഭവമായിട്ട് കണക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ മൊളാരിറ്റി നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്. അതൊരു കോൺസെൻട്രേഷനായിട്ട് റിലേറ്റ് ചെയ്തതാണെന്നും അറിയാം. അപ്പോൾ അത് N/V ആണ്. അപ്പം ഓവറോൾ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? N/V തന്നെ ആണ്. ഓക്കെ, ശരി. ഇനി ഞാൻ നിങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് പറയുക, ഈ കൺവെക്റ്റീവ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം കലങ്ങുമ്പോൾ അത് കാരണം ഉണ്ടാവുന്ന ഡിഫ്യൂഷൻ അല്ലേ, അത് എന്ന് പറയുന്നത് N/XA ആണ്. കൺവെക്റ്റീവ് ഡിഫ്യൂഷൻ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ N/XA ആണ്. അതെങ്ങനെ വരുന്നത് നിങ്ങൾ തൽക്കാലം അറിയണ്ട. ക്യാപിറ്റൽ N/XA. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡൗട്ട് വരും, എന്താണ് ക്യാപിറ്റൽ N എന്നൊക്കെയുള്ള കാര്യം. അത് നമുക്കിപ്പം കാണാം. അപ്പോൾ അത് പഠിക്കാനായിട്ട് ഫ്ലക്സ് വിത്ത് റെഫറൻസ് ടു സ്റ്റേഷനറി കോർഡിനേറ്റ്. അതായത് നിങ്ങൾ ഒബ്സർവറാണ്. ഇത് ഞാൻ വേറൊരു ഫിസിക്സിൻ്റെ കൺസെപ്റ്റ് പറഞ്ഞിട്ട് ഇതിലേക്ക് വരാം. നിങ്ങൾ ഒബ്സർവറാണ്, 2 ഒബ്സർവർ. ഒരു കേസിൽ നിങ്ങൾ നോക്കിയപ്പോൾ ഒരാൾ ഒരു 5 മീറ്റർ/സെക്കൻഡിൽ ഓടുക. നിങ്ങളുടെ ഫ്രണ്ടിൽ കൂടെ 5 മീറ്റർ/സെക്കൻഡിൽ ഒരാൾ ഓടുക. അപ്പോൾ നിങ്ങൾ എന്തോ ഫീൽ ചെയ്യുന്നത്? അയാൾ എത്ര സ്പീഡിൽ ഓടുന്നതായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഒബ്സർവറിന് തോന്നുന്നത് അയാൾ 5 മീറ്റർ/സെക്കൻഡിൽ ഓടുന്നതായിട്ട് തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ ഒരു കേസ്, ഒരു ട്രെയിൻ 20 മീറ്റർ/സെക്കൻഡിൽ ഓടിക്കൊണ്ടിരിക്കുക. ഇയാൾ ട്രെയിനിനകത്ത് കിടന്ന് 5 മീറ്റർ/സെക്കൻഡിൽ ഫ്രണ്ടിലോട്ട് ഓടുക. അപ്പോൾ എഫക്റ്റീവ്ലി നിങ്ങൾ നോക്കുമ്പോൾ, നിങ്ങൾ വെളിയിൽ നിന്ന്, ഒബ്സർവർ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ഇയാൾ എത്ര സ്പീഡിലാണ് പോകുന്നത്? ട്രെയിനിൻ്റെ സ്പീഡ് പ്ലസ് ഇവൻ ഓടുന്ന സ്പീഡ് എല്ലാം കൂടെ ചേർന്ന് 25 മീറ്റർ/സെക്കൻഡിൽ പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. കൂടുതൽ വേഗത്തിൽ ഓടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും അല്ലേ, വെളിയിൽ നിൽക്കുന്ന സ്റ്റേഷനറി ഒബ്ജക്റ്റ്. ഇതേപോലെ ഈ ട്രെയിൻ ഇല്ലാതെ ഒറ്റയ്ക്ക് ഓടുന്നതാണെന്തോ നാച്ചുറലി ഡിഫ്യൂഷൻ ചെയ്യുന്ന സംഭവം. രണ്ടാമത്തെ കേസ് എന്തോ നാച്ചുറലി ഡിഫ്യൂഷൻ ചെയ്യുന്നു, അതിനോടൊപ്പം എന്തോ നിങ്ങൾ ആ മീഡിയം ഇട്ട് കലക്കുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന ഒരു എഫക്റ്റ് ആയിരിക്കും നിങ്ങൾ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ അത്രയും വേഗത്തിൽ ഡിഫ്യൂഷൻ നടക്കുന്നതായിട്ടാണ് നിങ്ങൾക്ക് വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ഫീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ. ഈ ഒരു സംഭവമാണ് ഈ ഫ്ലക്സ് വിത്ത് റെഫറൻസ് ടു സ്റ്റേഷനറി കോർഡിനേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് സ്റ്റേഷനറി കോർഡിനേറ്റ് നിങ്ങൾ വെളിയിൽ നിന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ ഫ്ലക്സ്, അതായത് എന്തോ ഈ സംഭവം എത്ര വേഗത്തിലാണ്, ഏത് റേറ്റിലാണ് ഡിഫ്യൂഷൻ നടക്കുന്നത്, അതല്ലേ പറഞ്ഞ മോളാർ ഫ്ലക്സ്, ഏത് റേറ്റിലാണ് നടക്കുന്നത്, അത് എന്തിൻ്റെ സമ്മൊക്കെ ആയിരിക്കും? ഒന്ന് നാച്ചുറലി നടക്കുന്നത് പ്ലസ് ആ മീഡിയം കലങ്ങുന്നത് കൊണ്ടുണ്ടാവുന്ന ഡിഫ്യൂഷനൂടെ. ഓക്കെ, അപ്പം ഇത് നമ്മൾ പറഞ്ഞത് ടോട്ടൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഡിഫ്യൂഷൻ ഫ്ലക്സും കൺവെക്റ്റീവ് ഫ്ലക്സും. ഇനി ടോട്ടൽ ഫ്ലക്സ്, എ കമ്പോണൻറ്റിൻ്റെ ടോട്ടൽ ഫ്ലക്സ്, നമ്മൾ മോളിക്കുലാർ ഡിഫ്യൂഷൻ മാത്രമുള്ള ഫ്ലക്സിന് പറഞ്ഞത് JA എന്നാണെങ്കിൽ ടോട്ടൽ ഫ്ലക്സ് രണ്ടുപേരോടെ ചേർന്നുള്ള വാല്യൂവിനെ നിങ്ങൾ ഡിനോട്ട് ചെയ്യുന്നത് NA എന്ന് പറയുന്നൊരു ലെറ്റർ കൊണ്ടിട്ട. NA എന്തുകൊണ്ടാണ്? A എന്ന് പറയുന്ന കമ്പോണൻറ്റ് ബിയിലേക്ക് മൊത്തത്തിൽ എത്ര വേഗത്തിലാണ് ഡിഫ്യൂഷൻ ചെയ്യുന്നതെന്ന് കാണിക്കാനാണ് A. J
നമ്മൾ പറഞ്ഞല്ലോ സ്വന്തമായിട്ടുള്ളത് പ്ലസ് കൺവെക്റ്റീവിൻ്റെ ടേമാണ് എൻ എക്സ് എ. എക്സ് എ എന്തോ എ എന്ന് പറയുന്നതിൻ്റെ മോൾ ഫ്രാക്ഷൻ. ഇനി ക്യാപിറ്റൽ എൻ എന്താ? ഈ ഓവറാൾ എ ബിയിലേക്ക് മിക്സ് ചെയ്യുന്നതിൻ്റെ റേറ്റും എൻ എ, ഓവറാളായിട്ട് ബി എയിലേക്ക് മിക്സ് ചെയ്യുന്നതിൻ്റെത് എൻ ബി. ഇപ്പം 2 കമ്പണൻ്റ് ഉള്ളെങ്കിൽ അവരെ രണ്ടിനെയും കൂടെ കൂട്ടുമ്പോൾ നിങ്ങൾക്കൊരു ടോട്ടൽ മോളാർ ഫ്ലക്സ് കിട്ടുമല്ലോ. അതിനാണ് ക്യാപിറ്റൽ ലെറ്റർ എൻ എ എന്ന് പറയുന്നത്. എൻ ഈസ് ഈക്വൽ ടു എൻ എ പ്ലസ് എൻ ബി. ഒരു വ്യത്യാസവും നിങ്ങൾ മറന്നു പോകരുത്. എൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന ഒരു സാധനം ബിയിൽ കലങ്ങുവാണെങ്കിൽ എ ബിയിലേക്ക് എത്ര വേഗത്തിൽ ആണ്, മൊത്തം എത്ര വേഗത്തിലാണ് കലങ്ങുന്നത് എന്നുള്ളതാണ് എന്ത് തരുന്നത്? എൻ എ തരുന്നത്. ഇതുപോലെ തിരിച്ച് ബി എയിലേക്കും കലരുന്നുണ്ട്, അത് മൊത്തം അതിൻ്റെ ഏത് റേറ്റിലാണ് ഇത് കലരുന്നത് എന്ന് സൂചിപ്പിക്കുന്നതാണ് എൻ ബി. അപ്പോൾ മൊത്തത്തിലുള്ള ഫ്ലക്സ് എന്തോ എൻ എ പ്ലസ് എൻ ബി. അതിനാണ് ക്യാപിറ്റൽ ലെറ്റർ എൻ എന്ന് ഇടുന്നത്. അപ്പം എൻ എന്റെ വാല്യൂ എന്തോ സ്വമേധയുള്ളത് ജെ എ പ്ലസ് കലക്കുന്ന കൺവെക്റ്റീവ് പാർട്ട് എൻ എക്സ് എ. എന്ന് നിങ്ങൾക്കറിയാം, രണ്ടുകൂടെ കൂട്ടണം. എക്സ് എ എന്ന് പറഞ്ഞാൽ മോളാർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷൻ. അത് നിങ്ങൾ കണ്ടുപിടിക്കുന്ന പറഞ്ഞു, എയുടെ കമ്പോണൻറ്റിൻ്റെ മോൾസ് ബൈ ടോട്ടൽ മോൾസ്. ഓക്കെ, ഇനി ഇതിനെ എലാബറേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമോ? ഓവറോൾ എൻ എ ജെ എന്ന് പറഞ്ഞാൽ എന്തോ മൈനസ് ഡി എ ബി ഇൻറ്റു ഡി സി എ ബൈ ഡി സെഡ് പ്ലസ് എൻ എക്സ് എ. ഓക്കെ, അപ്പോൾ കൺവെക്റ്റീവ് കമ്പോണൻറ്റ് എൻ എക്സ് എ എന്ന് മാത്രം ഓർക്കുക. ജെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇത്ര ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഫൈനലി നമ്മൾ പറഞ്ഞ ഓവറാൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ വെള്ളത്തിൽ ടോട്ടൽ എത്ര റേറ്റിലാണ് ഇത് മിക്സ് ചെയ്യുന്നത്, എത്ര വേഗത്തിലാണ് മിക്സ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് പിടികിട്ടി. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് പല എക്സാംസിലും ചോദിച്ചിട്ടുള്ള കുറച്ച് റിലേഷൻസ് ആണ്. റിലേഷൻ ബിറ്റ്വീൻ ഡി എ ബി, ഡി ബി എ, ജെ എ, ജെ ബി, ഇതൊക്കെ എന്തുവെന്ന് നമുക്ക് നോക്കാം. ജെ എയും ജെ ബിയും എന്ന് പറഞ്ഞാൽ എന്തോ ജെ എ, ഇത് നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി പുതിയതായോണ്ടാ ഞാൻ ഇത്ര സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ജെ എ എന്ന് പറഞ്ഞാൽ എന്തോ നാച്ചുറലായിട്ട് എ കമ്പോണൻറ്റ് ബിയിൽ മിക്സ് ചെയ്യുന്നതിൻ്റെ റേറ്റ്. ജെ ബി എന്ന് പറയുന്നതോ ബി കമ്പോണൻറ്റ് എയിലേക്ക് നാച്ചുറലായിട്ട് ചെയ്യുന്നതിൻ്റെ മോളാർ ഫ്ലക്സ്, അതായത് മോളിക്കുലാർ ഡിഫ്യൂസിവിറ്റി. ഡി എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി എ ബി ഡിഫ്യൂസിവിറ്റി അല്ലെങ്കിൽ ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് എന്താണ്? എ ബിയിലേക്ക് ഡിഫ്യൂഷൻ ചെയ്യുന്നുണ്ട്. ഡി ബി എയോ ബി എന്ന് പറയുന്നത് എയിലേക്ക് ഡിഫ്യൂഷൻ ചെയ്യുന്നുണ്ട്, അതും അറിയാമല്ലോ. ഓക്കെ, ഇനി ഇത് ചെയ്യുന്ന നിങ്ങൾക്ക് റിസൾട്ട് ഈ സംഭവം തന്നെ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് എങ്കിലും പറയുന്നു എന്നേ ഉള്ളൂ. വേണ്ടവർ നിങ്ങളൊന്ന് നോട്ട് സെപ്പറേറ്റ് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോ. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഈ നിങ്ങൾക്ക് ഈ സംഭവം മാത്രം മതി. ഞാൻ പറയുക, എൻ എ ഓവറാൾ ഉള്ള മോളിക്കുലാർ ഫ്ലക്സ് എ കമ്പോണൻറ്റിൻ്റെ എന്ത് വരും? ജെ എ പ്ലസ് എൻ എക്സ് എ ആണല്ലോ. ഓക്കെ, ബിയുടെ രീതിയിൽ എഴുതിയത് എന്ത് വരും? എൻ ബി ഈസ് ഈക്വൽ ടു ജെ ബി പ്ലസ് എൻ എക്സ് ബി. ഇതും ഓക്കെ ആണല്ലോ. ഇവരെ രണ്ടിനെയും കൂടെ കൂട്ടിയ എന്ത് വരും? മൊത്തം ഈ രണ്ട് ഇക്വേഷൻ കൂടെ കൂട്ടിയ എൻ എ പ്ലസ് എൻ ബി ഈക്വൽ ടു ജെ എ പ്ലസ് ജെ ബി പ്ലസ് എൻ കോമൺ എടുത്തു എക്സ് എ പ്ലസ് എക്സ് ബി ആണ്. എൻ എ പ്ലസ് എൻ ബി എന്താ എഴുതാം? എൻ ഈക്വൽ ടു ജെ എ പ്ലസ് ജെ ബി പ്ലസ് എൻ. മോൾ ഫ്രാക്ഷനിൽ നമ്മൾ പഠിച്ചു, രണ്ട് കമ്പണൻ്റ് ഉള്ളെങ്കിൽ എക്സ് എ പ്ലസ് എക്സ് ബി എന്ത് വരും? 1. അപ്പോൾ എന്തായി? എന്നും എന്നും ക്യാൻസൽ. അപ്പം ജെ എ പ്ലസ് ജെ ബി എന്ത് വരും? 0. അല്ലെങ്കിൽ എന്ത് പറയാം? ജെ എ ഇസ് ഈക്വൽ ടു മൈനസ് ജെ ബി. ഇത് മനസ്സിലായോ ഈ സംഭവം? വേണ്ടവർ നിങ്ങളിത് എവിടെയെങ്കിലും എഴുതി വെച്ചോ. ആ സച്ച് ഇമ്പോർട്ടൻ്റ് അല്ല, രണ്ട് ഇക്വേഷനോടെ കൂട്ടി ഇങ്ങനെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? ജെ എ പ്ലസ് ജെ ബി. എപ്പോഴും ബൈനറി മിക്സർ, രണ്ട് കമ്പണൻ്റ് ഉള്ളെങ്കിലേ വരത്തുള്ളൂ ഇങ്ങനെ. ഇപ്പോൾ ജെ എ പ്ലസ് ജെ ബി എന്തായിരിക്കും? 0. ജെ എ ഇസ് ഈക്വൽ ടു മൈനസ് ജെ ബി. ഇത് ആക്ച്വലി നിങ്ങൾക്ക് നേരത്തെ അറിയാം. ഒന്നുകൂടെ ആലോചിച്ച് നോക്കി. അറിയത്തില്ലേ? ജെ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നിങ്ങൾ വെള്ളത്തിൽ ഇങ്ക് ഇട്ടു. ഇങ്ക് സ്വമേധയാ വെള്ളത്തിലേക്ക്
ഡിഫ്യൂസ് ചെയ്യുന്നതിൻ്റെ റേറ്റ് അല്ലെങ്കിൽ മോളാർ ഫ്ലക്സ്, അതാണ് ജെ. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ക് വെള്ളത്തിലേക്ക് കലരുന്നു, തിരിച്ച് വെള്ളത്തിൻ്റെ ഭാഗത്തുനിന്ന് ആലോചിച്ചാലോ, വെള്ളം ഇങ്കിലേക്ക് കലരുന്നു. അപ്പോൾ വെള്ളം ഇങ്കിലേക്ക് കലരുന്നത് എന്തു? ജെ ബി. അത് ഒരേ റേറ്റല്ലേ ആവാൻ പറ്റൂ. ഇങ്ക് വെള്ളത്തിലേക്ക് കലർന്നാലും വെള്ളം ഇങ്കിലേക്ക് കലർന്നാലും ഒരേ റേറ്റല്ലേ നാച്ചുറലി നടക്കാൻ പോകുന്നത്. അല്ലാതെ ഇങ്ക് വെള്ളത്തിലേക്ക് ഒരു റേറ്റും വെള്ളം ഇങ്കിലേക്ക് വേറെ റേറ്റിലും ആവാൻ പറ്റുമോ? അത് ഫിസിക്കലി പോസിബിൾ ആണോ? അല്ല. അപ്പോൾ അത് തന്നെ. പക്ഷേ രണ്ടും എന്താ? രണ്ട് ഡയറക്ഷനിലാണ്. ഇനി ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞു നോക്കുക, മോളാർ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഒന്ന് ഇതിലേക്കും സൂചിപ്പിക്കാനായിട്ട് എന്ത് വരും? ഒരു നെഗറ്റീവ് വരും. അല്ലെങ്കിൽ ജെ എ പ്ലസ് ജെ ബി ബൈനറി കമ്പോണൻ്റ് ആണെങ്കിൽ എന്ത് വരും? 0 വരും. ഇത്രയൊക്കെ ആണല്ലോ. ഓക്കെ. ഇനി ജെ എ പ്ലസ് ജെ ബി, ജെ എ എന്ന് പറഞ്ഞാൽ എന്താ? ജെ എ ഡി എ ബി ഇൻറ്റു മൈനസ് ഡി സി എ ബൈ ഡി സെഡ്, സോറി മൈനസ് ഡി എ ബി എന്ന് എഴുതാം, മൈനസ് ഡി എ ബി ഇൻറ്റു ഡി സി എ ബൈ ഡി സെഡ്. ഇതല്ലേ ജെ എ ആണ് ഈക്വൽ ടു മൈനസ് ജെ ബി ആകുമ്പോൾ മൈനസ് പ്ലസ് ആവും, പ്ലസ് ഡി ബി എ ഇൻറ്റു ഡി സി ബി ബൈ ഡി സെഡ്. കുഴപ്പമില്ലേ? ഇനി നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ പറയാം. കോൺസെൻട്രേഷൻ, ഓവറോൾ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? ഈസ് ഈക്വൽ ടു 0. അതായത് സി ഓവറോൾ കോൺസെൻട്രേഷൻ സി എയും സി ബിയും എന്തായിരിക്കും? സി ആയിരിക്കും. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത ഡി സി എ ബൈ ഡി സെഡ് പ്ലസ് ഡി സി ബി ബൈ ഡി സെഡ് ഈക്വൽ ടു എന്തായിരിക്കും? ഓവറോൾ എങ്ങനെ ആയാലും കോൺസെൻട്രേഷൻ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ കോൺസ്റ്റന്റ് ഡിഫറൻഷിയേറ്റ് 0. കാരണം എ എന്ന് പറയുന്നതിന്റെ കോൺസെൻട്രേഷൻ, അതായത് ഇങ്കിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞ് വെള്ളത്തിലേക്ക് അലിയുക, വെള്ളം ഇങ്കിലേക്ക് വലിയുന്നു എന്ന് എന്തൊക്കെ പറഞ്ഞാലും ഓവറോൾ കോൺസെൻട്രേഷൻ മാറുന്നില്ല. ഒരാളുടെ കോൺസെൻട്രേഷൻ കുറഞ്ഞാൽ അടുത്ത സ്ഥലത്ത് കൂടുന്നു, അടുത്ത സ്ഥലത്ത് കൂടുകയാണെങ്കിൽ ഇപ്പുറത്തെ സ്ഥലത്ത് കുറയുന്നു. പക്ഷെ ഓവറോൾ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? കോൺസ്റ്റന്റ്. അപ്പോൾ ഇതിങ്ങനെ 0 വരും. അങ്ങനെയാണെങ്കിൽ ഡി സി എ ബൈ ഡി സെഡ് എന്ത് പറഞ്ഞാൽ എന്ത് വരും? മൈനസ് ഡി സി ബി ബൈ ഡി സെഡ്. അപ്പോൾ ഈ സാധനത്തിന് പകരം എന്ത് എഴുതാം? ഇതെഴുതാം. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇതിന് പകരം നിങ്ങൾക്ക് മൈനസ് ഡി സി ബി ബൈ മൈനസ് ഡി സി എ ബൈ ഡി സെഡ് എഴുതാം. അപ്പോൾ ഇതും എല്ലാം കൂടെ ക്യാൻസൽ ആയിട്ട് എന്ത് വരും? നിങ്ങൾക്ക് കിട്ടും ഡി ബി എ ഇസ് ഈക്വൽ ടു ഡി എ ബി. അതും നിങ്ങൾക്കറിയാം, ഇങ്ക് വെള്ളത്തിലേക്ക് ഏത് റേറ്റിൽ അല്ലെങ്കിൽ ആ ഡിഫ്യൂഷൻ എത്രമാത്രം അനുവദിക്കുമോ അതേ ഇത് തന്നെ എന്ത് അനുവദിക്കത്തുള്ളൂ? വെള്ളം ഇങ്കിലേക്ക് കലരാനും അനുവദിക്കത്തുള്ളൂ. ഡിഫ്യൂഷൻ കോഎഫിഷ്യൻ, ഡിഫ്യൂസിവിറ്റി എന്തായിരിക്കും? എ ബി എന്നുള്ളത് തന്നെയായിരിക്കും ബി എന്ന് വരുന്നത്. അപ്പം അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഇതൊന്നും അറിയത്തില്ലെങ്കിലും ഇത് ഓർത്തിരിക്കുക. ഡി എ ബി ഇസിക്കൽ ടു ഡി ബി എ, ജെ പ്ലസ് ജെ ബി ഇസിക്കൽ ടു 0, അല്ലെങ്കിൽ ജെ ഇസിക്കൽ ടു മൈനസ് ജെ ബി. ഓക്കെ. ഇനി അടുത്ത നോക്കാനുള്ളത് സ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷൻ ഓഫ് എ ത്രൂ നോൺ ഡിഫ്യൂസിങ് ബി. ഇനി രണ്ട് സിനാരിയോ പഠിക്കാൻ പോവുക. രണ്ട് കേസ് സ്റ്റഡി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. രണ്ട് കേസ്. നമ്മൾ നേരത്തെ സെപ്പറേഷൻ്റെ കാര്യമൊക്കെ സംസാരിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു കോളം, രണ്ട് സംഭവങ്ങൾ, എ എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ്, ബി എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ്. എക്സാമ്പിളായിട്ട് നൈട്രജനും ഓക്സിജനും. ഇത് ഇങ്ങോട്ട് ഞാൻ കടത്തി വിടുന്നു, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെള്ളം കലർത്തി വിടുന്നു. നിങ്ങൾക്കറിയാം ഓക്സിജൻ വെള്ളത്തിൽ ഈസി ആയിട്ട് ലയിക്കും അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്യാൻ താല്പര്യമുള്ള ആളാണ് ഓക്സിജൻ. അപ്പോൾ വെള്ളം ഇങ്ങനെ വരുമ്പോൾ നൈട്രജനും ഓക്സിജനും മുകളിലോട്ട് പോകും. വെള്ളത്തെ കാണുമ്പോൾ ആരതിൽ ചെന്ന് കയറും? ഓക്സിജൻ അതിൽ ചെന്ന് സ്വമേധയാ കലരാനുള്ള ഒരു അഫിനിറ്റി ഉണ്ട് ഓട്ടോമാറ്റിക്കലി ഓക്സിജൻ. നൈട്രജനോ വെള്ളമായിട്ട് യാതൊരു താല്പര്യ കക്ഷിയല്ല. അയാളെന്ത് ചെയ്യും? സ്വമേധയാ വെള്ളത്തെ കണ്ടാലും ഒന്നുമില്ല, അയാളെ ഒന്നും ചെയ്യാതെ പോകും. ഇനി വെള്ളത്തെ കണ്ടാൽ വെള്ളത്തിനകത്ത് കലക്കൽ തുടങ്ങിയാൽ അല്ലെങ്കിൽ ഡിഫ്യൂഷൻ തുടങ്ങിയാലല്ലേ നേരത്തെ പറഞ്ഞ ജെയും ഇതെല്ലാം വരത്തുള്ളൂ. ജെ അല്ലെങ്കിൽ ഓവറാൾ മോളാർ ഫ്ലക്സും കാര്യങ്ങളും വരൂ. മോളാർ ട്രാൻസ്ഫർ നടക്കണ്ടേ? ഈ കേസിൽ എന്തെങ്കിലും ഉണ്ടോ? ബി, അതായത് നൈട്രജൻ ഒരു താല്പര്യമില്ല വെള്ളവുമായിട്ട്. അപ്പോൾ അവിടെ പിന്നെ മാസ് ട്രാൻസ്ഫർ, മോളാർ ഫ്ലക്സ് ഇതൊക്കെ ഉണ്ടോ? ഒന്നുമില്ല. അതുകൊണ്ടാണ് പറയുന്നത് സ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷൻ ഓഫ് എ
ത്രൂ നോൺ ഡിഫ്യൂസിങ് ബി. ഇപ്പം ഇവിടെ ഞാൻ പറയുവാണ് ബി എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റിന് ഈ കലരാനുള്ള ഇതുമായിട്ട് ചേരുമ്പോൾ യാതൊരു താല്പര്യമില്ല. അപ്പോൾ അവിടെ മാസ് ട്രാൻസ്ഫർ നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത്, ആ കമ്പോണൻറ്റിൻ്റെ ഓവറാൾ മോളാർ ഫ്ലക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. പ്രശ്നമില്ലേ? സ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷൻ ഓഫ് എ ത്രൂ നോൺ ഡിഫ്യൂസിങ് ബി. അയാൾ ഡിഫ്യൂഷൻ നടക്കാത്ത ആളാണ്, എന്നിട്ട് യാതൊരു താല്പര്യവും ഇല്ല. അതായത് നാരങ്ങ വെള്ളത്തിൽ നിങ്ങൾ പഞ്ചാരയും കല്ലും ഇട്ട് കലക്കുക, എന്ത് ചെയ്യും? പഞ്ചാര അലിഞ്ഞ് നാരങ്ങ വെള്ളത്തിൻ്റെ കൂടെ ചേരും. കല്ലെന്ത് ചെയ്യും? ഒരു താല്പര്യമില്ല, അവിടെ അങ്ങനെ ചുമ്മാ കിടക്കും. അപ്പം കല്ലെന്തുവാ? നോ ഡിഫ്യൂഷൻ. അതിന് കല്ലിന് മോളാർ ഫ്ലക്സ് ഉണ്ടോ? ഇല്ല. പഞ്ചാര കലരൂ, കല്ല് കലരുമോ? ഇല്ല. അതിൻ്റെ മോളാർ ഫ്ലക്സ് 0, അവിടെ മാസ് ട്രാൻസ്ഫർ നടക്കുന്നില്ല. അപ്പം NB 0 വന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഓവറാൾ മോളാർ ട്രാൻസ്ഫർ NA + NB അല്ലേ? അപ്പം N എന്തിന് സമമാവും? N വിൽ ബി ഈക്വൽ ടു N. ഇത് എപ്പോഴാണ്? സ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷൻ ഓഫ് എ ത്രൂ നോൺ ഡിഫ്യൂസിങ് ബി. അത് 2 കമ്പോണൻ്റ് ഉണ്ട്. ഒന്ന് ഡിഫ്യൂഷൻ താല്പര്യപ്പെടുന്ന ആൾ, ഒരാൾക്ക് യാതൊരു നോൺ ഡിഫ്യൂഷൻ ആയിട്ട് വരുന്ന കേസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓവറാൾ N എന്തിന് സമമായിരിക്കും? ആ ഡിഫ്യൂഷൻ ചെയ്യുന്ന ആൾക്ക് സമമായിരിക്കും. ഇത് ചിലപ്പം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ N = NA എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ NA എഴുതി. NA എന്ത് വരും? ഇക്വേഷൻ നമുക്കറിയാം, സ്വന്തമായിട്ടുള്ള JA + NAXA. കാരണം ഇവിടെ NXA ആയിരുന്നു. ഈ കേസിൽ N വരെ എന്താവും? N എന്ന് പറഞ്ഞാൽ NAക്ക് തുല്യമാവും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ NAXA എന്ന് എഴുതാമല്ലോ. ഇനി JAക്ക് വരെ എന്ത് എഴുതാം? NA = -DAB dCA/dZ + NAXA. ഇങ്ങനെ എഴുതാമല്ലോ. ഇനി ചെയ്യുന്നത്, ഇവിടെ dCA/dZ ഉണ്ടല്ലോ, ഇതിനതിൻ്റെ ഒരു ഫുൾ വാല്യൂ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ശരിക്കും രണ്ടിടത്ത് എന്ത് ചെയ്യണം? മൊത്തത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിൻ്റെ ഏതോ ഡിസ്റ്റൻസ് ഉള്ള ഒരു ഇത് Z1, വേറെ കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളത് Z2. Z1-ലുള്ള എയുടെ കോൺസെൻട്രേഷൻ XA1, Z2-ലുള്ള എയുടെ കോൺസെൻട്രേഷൻ എന്താണ്? മോളാർ കോൺസെൻട്രേഷൻ XA2. ഇവർ തമ്മിൽ എന്തുണ്ട്? ഒരു ഡിഫറൻസ് ഉണ്ട്. അത് ആ ഡിഫറൻസ്, അല്ലെങ്കിൽ നമ്മൾ ഈ പരീക്ഷണം അല്ലെങ്കിൽ നമ്മൾ ഈ ബൗണ്ടറി കണ്ടീഷൻ എടുക്കുന്ന ആ ഡിഫറൻസിനാണ് എന്ത് പറയുന്നത്? ഫിലിം തിക്നെസ് എന്ന് പറയുന്നത്. ഡിഫ്യൂഷൻ നടക്കുന്ന ലെങ്തിനാണെന്ത്? ഫിലിം തിക്നെസ്. അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഫൈനലി നിങ്ങൾ സ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷൻ ഓഫ് എ ത്രൂ ബി, നല്ല എക്സാമ്പിൾ, ഒരു നാരങ്ങ വെള്ളത്തിൽ പഞ്ചാരയും കല്ലും ഇട്ട് കലക്കി. അങ്ങനെയാണെങ്കിൽ പഞ്ചാര കലങ്ങുന്നതിൻ്റെ ഓവറാൾ ഫ്ലക്സ് എന്ത് വരും? NA = CDAB/Z ln 1 - XA2/1 - XA1. ഇത് പഞ്ചാരയുടെ കാര്യമാണ് പറയുന്നത്. പഞ്ചാരയുടെ കലങ്ങുന്ന ഓവറാൾ മോളാർ ഫ്ലക്സ് NA എന്ന് പറഞ്ഞാൽ ഇതെപ്പോൾ മാത്രമേ വാലിഡ് ഉള്ളൂ? പഞ്ചാരയും കല്ലും. അതായത് ഒരാൾ ഡിഫ്യൂഷൻ ചെയ്യണം, മറ്റേ ആൾക്ക് താല്പര്യകക്ഷിയല്ല, അയാളൊന്നും ചെയ്യാതെ ചുമ്മാ ഇരിക്കും. അങ്ങനെ വരുന്ന കേസിലാണ് ഇത് വരുന്നത്. അത് ശ്രദ്ധിച്ചോണം. എല്ലായിടത്തും ഈ ഇക്വേഷൻ കൊണ്ടിട്ട് പണിയരുത്. NA = CDAB/Z ln 1 - XA2. XA2 എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിസ്റ്റൻസ് അകലം എന്താണോ പഞ്ചാരയുടെ കോൺസെൻട്രേഷൻ, ഒരു സ്ഥലത്ത് എന്താണോ കോൺസെൻട്രേഷൻ. ഈ ദൂരത്തിൻ്റെ കേസ് മനസ്സിലായി. അതായത് ഇത് പഞ്ചാരന്ന് വെച്ചോ, ഇതിങ്ങനെ ഡിഫ്യൂഷൻ നടക്കുമ്പോൾ ഇത് കലർന്ന് ഇങ്ങനെ പോവല്ലേ, ഇങ്ങനെ കലർന്ന് പോവുക. അപ്പോൾ ഞാൻ 2 സ്പോട്ട് എടുത്ത, ഇവിടെ ഉള്ള പഞ്ചാരയുടെ കോൺസെൻട്രേഷൻ ആയിരിക്കില്ല ഇവിടെ ഉള്ള പഞ്ചാരയുടെ കോൺസെൻട്രേഷൻ അല്ലേ? സ്വാഭാവികമായിട്ടും. കാരണം ഇതിവിടെ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ഉണ്ടല്ലോ. അതുകൊണ്ടാണ് XA2-ലുള്ളത് /XA1-ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളൊരു ഇക്വേഷൻ ബുക്കിലോ വല്ലോ ഈ ഫോർമുല, ഈ ഇക്വേഷൻ എഴുതി വെക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, ഇത് ഏത് കേസിലാണ്? 2 പേര് വരുന്നു, ഒരാൾക്ക് താല്പര്യകക്ഷിയല്ല. ഇനി മറ്റൊരു കേസുള്ളത് കേസ് 2 എന്ന് പറഞ്ഞാൽ ഇക്വിമോളാർ കൗണ്ടർ ഡിഫ്യൂഷൻ എന്ന് പറയും. അതായത് ഇവിടെ സംഭവിക്കുന്നത് എന്തെങ്കിലും 2 സംഭവം, AB എന്ന് പറയുന്ന 2 സംഭവം ഞാൻ ചൂടാക്കി അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യുമ്പോൾ ഒന്നെന്ത് ചെയ്യും? വേപ്പറായിട്ട് മുകളിലോട്ട് പോകും. ഒരാളുടെ ബോയിലിംഗ് പോയിന്റ് കുറവാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും? ആദ്യം വേപ്പറാവും. പക്ഷെ വേപ്പറാകുമ്പോൾ അയാൾ മാത്രമല്ല, അയാളുടെ കൂടെ മറ്റേ കമ്പോണൻറ്റിൻ്റെ കുറച്ച് ആൾക്കാരും കൂടെ കയറിപ്പോവും.
അപ്പോൾ ചുവപ്പാണ് പെട്ടെന്ന് ബോയിലിംഗ് പോയിന്റ് കുറവ്, അപ്പോൾ അയാൾ ഫുൾ വേപ്പറായിട്ട് മുകളിലോട്ട് പോകും. പക്ഷെ കുറച്ച് ഭാഗം എന്ത് ചെയ്യും, നീലയും കൂടെ പോകും. അപ്പോൾ എവിടെ സെപ്പറേറ്റ് ചെയ്യണ്ടേ, ഞാൻ എന്ത് ചെയ്യും, മുകളിൽ നിന്ന് ഈ പറയുന്ന ലിക്വിഡിനെ എന്ത് ചെയ്യും, ഈ നീല ആളിനെ ഞാൻ എന്ത് ചെയ്യും, ഇത് രണ്ട് നീരാവിയായിട്ടല്ലേ പോകുന്നത്, നീല ആളിനെ ഞാൻ കണ്ടൻസ് ചെയ്ത് ലിക്വിഡാക്കി താഴോട്ട് ഇറക്കും. അപ്പോൾ ലിക്വിഡ് എന്ത് ചെയ്യും, ഇയാളെയും കൂടെ വലിച്ചുകൊണ്ട് താഴോട്ട് വരും. അൾട്ടിമേറ്റ്ലി ആര് മാത്രം മുകളിലോട്ട് പോകും, വേപ്പർ മാത്രം മുകളിലോട്ട് പോകും. അല്ലെങ്കിൽ മോർ വോളറ്റൈൽ ആയിട്ടുള്ള സാധനം മുകളിലോട്ടും ലെസ് വോളറ്റൈൽ ആയിട്ടുള്ള സാധനം എന്തും ചെയ്യും, താഴോട്ടും വരും. ഇതിനാണ് ഇക്യുമോളാർ കൗണ്ടർ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. പേരിനകത്തുണ്ട് കൗണ്ടർ ഡിഫ്യൂഷൻ, ഇക്യുമോളാർ ഒരേപോലെ കൗണ്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഡിഫ്യൂഷൻ, ഇക്യുമോളാർ കൗണ്ടർ ഡിഫ്യൂഷൻ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഈ സാധനം. ഞാൻ കുറേ PYക്ക് നോക്കിയിട്ട് അതിനകത്ത് എല്ലാം കെമിക്കലുകാർക്ക് ഈ സംഭവം വരുന്നുണ്ട്, ഇക്യുമോളാർ കൗണ്ടർ ഡിഫ്യൂഷൻ. ഇനി ഇക്യുമോളാർ കൗണ്ടർ ഡിഫ്യൂഷൻ ആണ് നിങ്ങൾക്കറിയാം, മുകളിലോട്ട് എങ്ങനെയാണോ പേരിനകത്തുണ്ട് ഇക്യുമോളാർ, മുകളിലോട്ട് എങ്ങനെയാണോ ഡിഫ്യൂഷൻ ചെയ്യുന്നത് അതേ രീതിയിൽ താഴോട്ട് വരും, ഡിഫ്യൂഷൻ നടക്കും. അതായത് NA = -NAB, അതായത് ഓവറാൾ മോളിക്കുലാർ ഫ്ലക്സ് അല്ലെങ്കിൽ ഓവറാൾ മോളാർ ഫ്ലക്സ്, ടോട്ടൽ മോളാർ ഫ്ലക്സ് എയുടെ എങ്ങനെയാണോ അതിന് നേരെ സെയിം, മാഗ്നിറ്റ്യൂഡ് വൈസ് സെയിം, ഒരു വ്യത്യാസമില്ല. NA എന്താണോ അത് തന്നെ NB. പക്ഷെ ആകെ വ്യത്യാസം ഞാൻ പറഞ്ഞു, ഫ്ലക്സ് എന്താ, വെക്റ്റർ ക്വാണ്ടിറ്റി, അതിൻ്റെ അങ്ങോട്ടും തിരിച്ചും മറിച്ചും ആണെന്ന് കാണിക്കാൻ എന്ത് ചെയ്യണം, ഒരു സൈൻ ഇടണം. അപ്പോൾ NA = -NB ആണ്. നേരത്തെ സ്റ്റഡി സ്റ്റേറ്റ് ഒരാൾ നോൺ ഡിഫ്യൂഷൻ്റെ കൂടെ വരുമ്പോൾ എന്തായിരുന്നു, NB എന്തായിപ്പോയി, ഒരാൾ 0 ആയിപ്പോയി. ഇവിടെ ഇക്യുമോളാർ കൗണ്ടർ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ NA എന്ന് പറഞ്ഞാൽ -NBക്ക് തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് വരും, NA + NB ആണ്. NA NBക്ക് വരെ എന്ത് എഴുതാം, -NA എന്ന് എഴുതിക്കൂടെ, NA - NB NA. അപ്പോൾ എന്ത് കിട്ടി, അപ്പോൾ ഇക്യുമോളാർ കൗണ്ടർ ഡിഫ്യൂഷൻ ആണെങ്കിൽ എന്താ കിട്ടിയത് നിങ്ങൾക്ക്, ഓവറാൾ മോളാർ ഫ്ലക്സ് എന്താ N 0. നിങ്ങൾക്ക് ക്യാപിറ്റൽ N 0 ആയിട്ട് വരും. ആ ഒരു കണ്ടീഷൻ, ഈവൻ കണ്ടീഷൻ പോലും ചോദിക്കാറുണ്ട്. ഇക്യുമോളാർ കൗണ്ടർ ഡിഫ്യൂഷനിൽ ക്യാപിറ്റൽ N എന്ത് വരും, 0 വരും. അല്ലെങ്കിൽ കണ്ടീഷൻ NA = -NB. ഈ കണ്ടീഷൻ എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ N 0 വന്നു, അങ്ങനെയാണെങ്കിൽ ഓവറാൾ ഫ്ലക്സ് എഴുതി എയുടെ NA = JA + NXA എന്നല്ലേ. N എന്തുവാ, 0. അതിനർത്ഥം എന്തുവാ, ഇക്യുമോളാർ കൗണ്ടർ ഡിഫ്യൂഷനിൽ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ആര് മൂലം മാത്രമായിരിക്കും, നിങ്ങൾ ആ മീഡിയത്തിൻ്റെ വേഗത കൊണ്ട് മാത്രം, അതായത് നാച്ചുറലി ഉള്ള ആൾ മാത്രമേ കാണത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ ഈ ബൾക്ക് മീഡിയം കലക്കുന്നത് മൂലമുള്ള ഫ്ലക്സ് ഉണ്ടല്ലോ, അതായത് കൺവെക്റ്റീവ് ഫ്ലക്സ്, ആ പാർട്ട് എന്തായിപ്പോയി, 0 ആയിപ്പോയി. NA = JA. അപ്പം യൂഷ്വലി ചോദിക്കാറുണ്ട് ഇക്യുമോളാർ കൗണ്ടർ ഡിഫ്യൂഷനിൽ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഏത് കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ, ഡിഫ്യൂസീവ് ഫ്ലക്സ്, അതായത് നാച്ചുറലി ഉള്ള മോളിക്കുലാർ ഫ്ലക്സ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ മോളിക്കുലാർ ഡിഫ്യൂഷൻ മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. അവിടെ എന്ത് കമ്പോണൻ്റ് ഇല്ല, കൺവെക്റ്റീവ് കമ്പോണൻറ്റ് ഇല്ല. വെരി ഇമ്പോർട്ടൻറ്റ്, ഇക്യുമോളാർ കൗണ്ടർ ഡിഫ്യൂഷൻ. അവിടെ N എന്ന് പറഞ്ഞാൽ എന്താ, ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ 0 ആണ്. NA = -NB ആണ്. അവിടെ കൺവെക്റ്റീവ് ഫ്ലക്സിൻ്റെ പാർട്ടില്ല, നാച്ചുറലി ഉള്ള ഡിഫ്യൂഷൻ്റെ പാർട്ട് മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെയും നിങ്ങൾ ഈ പറയുന്നതിൻ്റെ തൊട്ട് ഇതിന് ഇൻ്റഗ്രേഷൻ ഒക്കെ പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ ഈ NAയുടെ വാല്യൂ, NA = JA അല്ലേ. അപ്പോൾ JA എന്ന് പറയുമ്പോൾ എന്ത് വരും, JA എന്ന് പറയുമ്പോൾ -DAB × DCA/DZ. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് NA = CDAB/Z XA1 - XA2. ഇവിടെയും A1 A2 എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ട് രണ്ട് സ്ഥലത്തെ കോൺസെൻട്രേഷനാണ്. Z അവർ തമ്മിലുള്ള തിക്നെസ് ആണ്, ഫിലിം തിക്നെസ് എന്ന് പറയും. C മൊത്തം കോൺസെൻട്രേഷനാണ്. DAB എന്ന് പറഞ്ഞാൽ Aയിൽ നിന്ന് Bയിലേക്കുള്ള ഡിഫ്യൂസിവിറ്റിയാണ്. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോണം, ഇക്യുമോളാർ കൗണ്ടർ ഡിഫ്യൂഷനിൽ എന്തില്ല, ലോഗിൻ്റെ വാല്യൂ ഒന്നുമില്ല. നേരത്തെ പഠിച്ചത് എന്തായിരുന്നു, CDAB/Z log 1 - XA2/1 - XA1 ആയിരുന്നു. ഇക്യുമോളാർ കൗണ്ടർ ഡിഫ്യൂഷനിൽ CDAB/Z XA1 - XA2. ഇതും നിങ്ങളുടെ ഇക്വേഷൻ ബുക്കിൽ എഴുതി വെക്കേണ്ടതാണ്. ഇനി ഇതേ സാധനം നിങ്ങൾക്ക് മോൾ ഫ്രാക്ഷൻ നിങ്ങൾക്ക് അറിയാം, NA/NA + NB. XA എന്ന് പറഞ്ഞാൽ എന്തെഴുതാം,
NA ബൈ ടോട്ടൽ മോൾസ് N. ഇനി രണ്ടിടത്ത് ഞാൻ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്ത N/V എന്തായിരുന്നു നമ്മൾ പഠിച്ചു. N/V ഓർമ്മയുണ്ട്, എന്താ? മോളാർ കോൺസെൻട്രേഷൻ. അപ്പം NA/V എന്ന് പറഞ്ഞാൽ A എന്ന് പറയുന്ന കമ്പോണൻ്റെ കോൺസെൻട്രേഷൻ. ഓവറോൾ N/V എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള കോൺസെൻട്രേഷൻ. അപ്പോൾ ഇതിൽ നിന്ന് എന്തെഴുതാം? നമുക്ക് A എന്ന് പറയുന്ന കോൺസെൻട്രേഷനെ C ഇൻറ്റു, അതായത് ടോട്ടൽ കോൺസെൻട്രേഷൻ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ എന്ന രീതിയിൽ എഴുതാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം C ഇൻറ്റു XA1. ഇതിന് പകരം എനിക്ക് എന്തെഴുതാം? CA1 എന്ന് എഴുതാം. C ഇൻറ്റു XA2 എന്നതിന് പകരം എനിക്ക് എന്തെഴുതാം? കോൺസെൻട്രേഷൻ ഓഫ് A2 എന്ന് എഴുതാം. അപ്പം NA നിങ്ങൾക്ക് എങ്ങനെയും എഴുതാം? DAB/Z CA1 മൈനസ് CA2. ഇതും നോട്ട് ചെയ്ത് വെക്കാവുന്ന ഇക്വേഷനാണ്. ഈ ഒരു രീതിയിലും എഴുതാം. ശ്രദ്ധിക്കണം, ഇങ്ങനെ എഴുതുവാണെങ്കിൽ ഇവിടെ C ഇല്ല. അപ്പോൾ ഈ രണ്ട് കേസ്, ഒന്ന് രണ്ട് പേര് മിക്സ് ആവാൻ ഡിഫ്യൂഷൻ നടക്കാൻ വരുന്നു, ഒരാൾക്ക് താല്പര്യം പക്ഷെ അല്ലാത്ത വരുന്ന കേസ്, അവിടെ N എന്താവും? NB എന്താവും? 0 ആവും. ഇക്വിമോളാർ കൗണ്ടർ ഡിഫ്യൂഷനിൽ N തന്നെ എന്ത് ചെയ്യും? 0 ആയിപ്പോവും. ഓക്കെ, ഈ രണ്ട് കേസും ബേസ് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് പല കോമ്പറ്റീവ് എക്സാംസിനും കെമിക്കലുകാർക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് മാസ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് എന്ന് പറയും. അതായത് ഈ വെള്ളം അല്ലെങ്കിൽ ഈ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളം കലക്കിയാൽ മിക്സ് ആവും എന്ന് പറഞ്ഞില്ലേ, ഡിഫ്യൂഷൻ നടക്കുന്ന ബൾക്ക് ഡിഫ്യൂഷൻ അല്ലെങ്കിൽ കൺവെക്റ്റീവ് ഡിഫ്യൂഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാരാ ഇനി പറയാൻ പോകുന്നത്. അതിനെ പറയുന്ന മാസ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് എന്ന് പറയും. ഒരു 4 കോഎഫിഷ്യൻ്റ് ഉണ്ട്. KX, KY, KC, KG, 4 പേര് പഠിക്കാനുണ്ട്. അത് നമുക്ക് നോക്കാം. മാസ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് ഇതെല്ലാം എഗെയിൻ നമ്മുടെ ഫണ്ടമെൻ്റൽസ്, നമ്മളിപ്പോൾ ഇത്രയും തുടക്കം പറഞ്ഞ കാര്യം തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത ഒരു 10 മിനിറ്റിൽ പറഞ്ഞ JA ആണ് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. JA നിങ്ങൾക്കറിയാം എന്താ? -DAB ഇൻറ്റു DCA/DZ പ്ലസ് കൺവെക്റ്റീവ് പാർട്ട് എന്ത് വരും? NXA. ആ സെയിം സംഭവം തന്നെയാണ് ഇപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാസ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ NA ഇക്വേഷൻ എന്ത്? DAB/Z CA1 മൈനസ് CA2. ഇങ്ങനെ എഴുതാമല്ലോ. ഓക്കെ, ഇങ്ങനെ എഴുതുമ്പോൾ ഈ CA1 മൈനസ് CA2 എന്ന് പറഞ്ഞാൽ എന്താ? കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ആണ് അല്ലേ? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ. ഓക്കെ, അപ്പോൾ എനിക്കിതിനെ ഓവറോൾ എങ്ങനെ എഴുതാം? NA, അതായത് ഒരു A കമ്പോണൻറ്റിൻ്റെ ഫ്ലക്സ്, ഓവറോൾ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം? KC ഇൻറ്റു ΔC എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സാധനത്തിന് DAB/Z പകരം ഞാൻ എന്ത്? ഒരു കോൺസ്റ്റൻറ്റ് KC കൊണ്ട് റിപ്ലേസ് ചെയ്തു ഇൻറ്റു ΔC. ΔC എന്ന് പറഞ്ഞാൽ എന്ത്? കോൺസെൻട്രേഷൻ്റെ ചേഞ്ച്. അതിനെ ഞാൻ ജസ്റ്റ് KC, ഇവിടെ ഡിഫറൻസ് വരുന്നത് കോൺസെൻട്രേഷൻ ആയതുകൊണ്ട് ഈ കോഎഫിഷ്യൻ്റ് ഞാൻ KC എന്ന് ഇട്ടെന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതേ സാധനം NA = നമ്മൾ നേരത്തെ പഠിച്ചു ഈ CA കോൺസെൻട്രേഷൻ്റെ ടേംസിൽ എഴുതാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെഴുതാം? ഇവിടെ എന്തായിരുന്നു? CDAB/Z XA1 മൈനസ് XA2 എന്ന് എഴുതിക്കൂടെ? മോൾ ഫ്രാക്ഷൻ്റെ ഡിഫറൻസ് വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ മോൾ ഫ്രാക്ഷൻ വരുവാണെങ്കിൽ, അങ്ങനെ എഴുതുവാണെങ്കിൽ ഞാൻ എന്തെഴുതുന്നു? എന്നിട്ട് ഈ ഒരാൾക്ക് പകരം റീപ്ലേസ് ചെയ്യുന്നു KX എന്ന് പറയുന്നൊരു കോഎഫിഷ്യൻ്റ് ഉണ്ട്. അപ്പോൾ KX അപ്പോൾ എന്താണ്? മറന്നുപോലെ CDAB/Z XA1 മൈനസ് XA2 എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ. ഇനി എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് പഴയ കെമിസ്ട്രി ഓർമ്മയുണ്ടെങ്കിൽ യൂഷ്വലി X കൊണ്ട് മോൾ ഫ്രാക്ഷൻ ഡിനോട്ട് ചെയ്യുന്നത് ലിക്വിഡ് ഫേസിലും, ഗ്യാസ് കൊണ്ട് അല്ലെങ്കിൽ ഗ്യാസിൻ്റെ മോൾ ഫ്രാക്ഷൻ ഡിനോട്ട് ചെയ്യുന്നത് Y എന്ന് പറയുന്ന ലെറ്ററും കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഗ്യാസ് ഫേസ് ആണെങ്കിൽ സെയിം സംഭവം, ആകെ വ്യത്യാസം എന്ത്? മോൾ ഫ്രാക്ഷൻ ഓഫ് XA1 മൈനസ് XA2 പകരം YA1 മൈനസ് Y2. അപ്പോൾ CDAB/Z വ്യത്യാസമൊന്നുമില്ല,
അതിന് പകരം എന്താക്കുന്നു, കെ വൈ ആക്കുന്നു. ഇവിടെ YA1 മൈനസ് YA2, അതായത് ഗ്യാസിൻ്റെ ഏതെങ്കിലും മിക്സിങ് നടക്കുമ്പോൾ അതിൻ്റെ ഒരു കമ്പോണൻറ്റിൻ്റെ രണ്ട് സ്ഥലത്തെ മോൾ ഫ്രാക്ഷൻ്റെ ഡിഫറൻസ് കോൺസെൻട്രേഷൻ. ഓക്കെ, ഇനി അഗെയിൻ കെമിസ്ട്രി, ഡാൾട്ടൺസ് ലോ എന്ന് പറഞ്ഞൊരു ലോ ഉണ്ട്. ഡാൾട്ടൺസ് ലോ പറയുന്നത് മോൾ ഫ്രാക്ഷൻ, ഗ്യാസിൻ്റെ മാത്രം മോൾ ഫ്രാക്ഷൻ. നോർമലി മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് കമ്പോണൻറ്റ് ബൈ ടോട്ടൽ മോൾസ്. ഗ്യാസിലാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ എന്ന് പറയുന്ന ഗ്യാസിൻ്റെ കമ്പോണൻറ്റ് ബൈ ഓവറാൾ മോൾസ് ഓഫ് ഗ്യാസ്. ഇനി ഗ്യാസിൻ്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് വേറൊരു രീതിയിൽ എഴുതാം, പാർഷ്യൽ പ്രഷർ ഓഫ് എ എന്ന് പറയുന്ന ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷർ ബൈ ടോട്ടൽ പാർഷ്യൽ പ്രഷർ. ഇത് നമ്മളവിടെ കുറേ അവഗാഡ്രോസ് ലോ അങ്ങനെ കുറേ ലോസ് പഠിക്കുന്നുണ്ട്. അതിനകത്ത് ഡാൾട്ടൺസ് ലോ ആണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. കാരണം P പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്, അതിൻ്റെ ബേസിസിൽ നിന്നാണ് ഇത് വരുന്നത്. പാർഷ്യൽ പ്രഷർ ഓഫ് എ ബൈ ടോട്ടൽ പാർഷ്യൽ പ്രഷർ, അത് ചെയ്താലും നിങ്ങൾക്ക് എന്ത് തന്നെ കിട്ടും, എ എന്ന് പറയുന്ന ഗ്യാസ് കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ കിട്ടും. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെഴുതാം, YA എന്നതിന് പകരം എന്തെഴുതാം, PA ബൈ PT എന്ന് എഴുതാം. PT ടോട്ടൽ പാർഷ്യൽ പ്രഷർ ആയതുകൊണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് വെളിയിലെടുക്കാം. അപ്പോൾ ഈ സാധനത്തിന് YAക്ക് പകരം എന്തെഴുതാം, PA ബൈ PT. ഇത് ചെയ്താൽ ഇതിനെ എഴുതാം NA ഈസ് ഈക്വൽ ടു CdAB ബൈ Z. PT പാർഷ്യൽ പ്രഷർ, ടോട്ടൽ പാർഷ്യൽ പ്രഷർ കോമൺ എടുത്തു, PA1 മൈനസ് PA2. ഇനി ഈ സാധനം മൊത്തത്തിനെ എന്ത് ചെയ്തു, ഞാൻ kg എന്ന് പറയുന്ന പാരാമീറ്റർ, ഇവിടെ ചേഞ്ച് എന്താ അല്ലെങ്കിൽ ആ ഡിഫറൻസ് എന്താ, പാർഷ്യൽ പ്രഷറിൻ്റെ ഡിഫറൻസ്. ഓക്കെ, ആകെ ഒന്നും ചെയ്തില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ മാസ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച ഓവറാൾ NA, അതായത് ഓവറാൾ മോളാർ ഫ്ലക്സ്, അതിൻ്റെ ടോട്ടൽ ഇക്വേഷൻ ഞാൻ എഴുതി. ഇത് നമ്മൾ ഇൻ്റഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കിട്ടുമല്ലോ. ഈ സാധനത്തിന് ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് കിടക്കുന്ന സാധനത്തിന് പകരം ഞാൻ ഓരോ കോഎഫിഷ്യൻ്റ് കൊണ്ട് റിപ്ലേസ് ചെയ്തു. ഇവിടെ കോൺസെൻട്രേഷൻ ചേഞ്ച് വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, KC എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ട് ഡിനോട്ട് ചെയ്തു. ഇനി ഇതിനെ ഇങ്ങനെ അല്ലാതെ CdAB ബൈ Z XA മൈനസ് X2 എന്നാകുമ്പോൾ ഇതിന് പകരം KX എന്ന് എഴുതി, അത് ലിക്വിഡ് ഫേസ്. ഗ്യാസ് ഫേസ് ആകുമ്പോൾ ഇതിന് തന്നെ പകരം എന്ത് എഴുതി, KY എന്ന് എഴുതി. ഇനി ഡാൾട്ടൺസ് ലോ പ്രകാരം പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് A ബൈ ടോട്ടൽ പാർഷ്യൽ പ്രഷർ എടുക്കുമ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്യാസ് കിട്ടുമെന്നറിയാം. അത് ഡിനോട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതിനകത്ത് ഇടുമ്പോഴത്തേക്ക് ഇങ്ങനെ കിട്ടും. ഈ ഒരു ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, kg എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് കൊടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റിലേഷൻ, ഈ സംഭവം പറയാൻ വേണ്ടി ഇത്രയും നമ്മൾ പറഞ്ഞത്. KX എന്ന് പറഞ്ഞാൽ C ഇൻറ്റു KC, കോൺസെൻട്രേഷൻ ഇൻറ്റു KC ആണ്. KY എന്ന് പറഞ്ഞാൽ PT ഇൻറ്റു KG ആണ്. നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നിങ്ങളുടെ മനസ്സിൽ വരണം. KX എന്ന് പറഞ്ഞാൽ എന്താ, KX എന്തായിരുന്നു, KX എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എന്തായിരുന്നു, DAB ബൈ Z ഇൻറ്റു C. കാരണം C DAB ബൈ Z ഇൻറ്റു XA1 മൈനസ് XA2 വരുന്നു. കാരണം C XA1 ആണ് കോൺസെൻട്രേഷൻ ആയി പോയത്. KY എന്താ, അതും സെയിമാ, DAB ബൈ Z ഇൻറ്റു C. ഇനി ഇവിടെ പറഞ്ഞേക്കുന്നത് KX എന്ന് പറഞ്ഞാൽ C KC ആണ്. KC എന്തായിരുന്നു, DAB ബൈ Z. ഇതിൻ്റെ കൂടെ സിയും കൂടെ വന്നാൽ പോരെ, ഇതാവുമല്ലോ. ഇതെന്താ, KC. അപ്പം KC ഇൻറ്റു C ചെയ്താൽ എന്ത് പറ്റും, നിങ്ങൾക്ക് KX കിട്ടും. അതേപോലെ KG എന്തായിരുന്നു, DAB ബൈ Z ഇൻറ്റു C. അടിയിലൊരു PT കൂടെ ഉള്ളതാണ് KG. പിന്നെ KX ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, PT പോകണം, അതായത് PT കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അന്നേരം കട്ട് ചെയ്ത് എന്ത് ചെയ്യും, സംഭവം തന്നെ കിട്ടും. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടി, ഇതിൽ നിന്ന് KX എന്ന് പറഞ്ഞാൽ CKC ആണ്, KY എന്ന് പറഞ്ഞാൽ PT KG ആണ്. ഇനി KCയുടെ യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും, DAB ബൈ Z. DABയുടെ യൂണിറ്റ് എന്താ, DABയുടെ യൂണിറ്റ് മറക്കരുത്, ഒരിക്കലും മറക്കരുത്, എന്താ, ഡിഫ്യൂഷൻ കോഎഫിഷ്യൻറ്റ്.
കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ഇൻറ്റു സെഡ് എന്ന് പറഞ്ഞാൽ തിക്നെസ് അല്ലേ, ഒരു ലെങ്തിൻ്റെ ഇതല്ലേ, രണ്ടും കൂടെ പോയിട്ട് എന്ത് വന്നു? മീറ്റർ പെർ സെക്കൻഡ്. ഇപ്പോൾ കെ സിയുടെ യൂണിറ്റ് എന്താ? കെ സിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. ഇനി അങ്ങനെയാണെങ്കിൽ സി ഡി എ ബി ബൈ സെഡ്, സി ഡി എ ബി ബൈ സെഡ് എന്തു? മോളാർ ഫ്ലക്സിന്റെ ഇത് തന്നെയല്ലേ വരുന്നത്. എന്ത് വരും? കിലോ മോൾ, അല്ലെങ്കിൽ ഒന്നും വേണ്ട, മോൾ പെർ മീറ്റർ സ്ക്വയർ ഇൻറ്റു സെക്കൻഡ്. അത് ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ ആലോചിച്ചാൽ എന്തു? കോൺസെൻട്രേഷൻ മോൾ പെർ വോളിയം ഇൻറ്റു മീറ്റർ പെർ ഡി എ ബി ബൈ സെഡ് മീറ്റർ പെർ സെക്കൻഡ് അല്ലേ ഒന്ന്. കോൺസെൻട്രേഷൻ നിങ്ങൾക്കറിയാം മോൾസ് എൻ ബൈ വി അല്ലേ, മോൾസ് പെർ മീറ്റർ ക്യൂബ്. ഇത് രണ്ടും കൂടെ കട്ട് ചെയ്തിട്ട് മോൾ പെർ മീറ്റർ സ്ക്വയർ സെക്കൻഡ്. കെ എക്സ് എന്താണോ അത് തന്നെയാണ് എന്ത്? കെ വൈ. കെ ജി ആകുമ്പം അടിയിലൊരു പി ടിയും കൂടെ അല്ലേ വരുന്നത്. പി ടി എന്ന് പറഞ്ഞാൽ എന്ത്? പാർഷ്യൽ പ്രഷർ, പ്രഷറിൻ്റെ ഒരു യൂണിറ്റ് കൂടെ വരണം അടിയിൽ. ഒരു എ ടി എം കൂടെ വരും. എ ടി എമ്മോ എന്തെങ്കിലും ബാറോ പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട എന്ത് പാസ്കലോ എന്ത് യൂണിറ്റ് വേണമെങ്കിലും ഇടാം. ഓക്കെ, ഇത് ഈ രണ്ട് ഇക്വേഷൻ കെ എക്സ് ഇസിക്കൽ ടു സി കെ സി, കെ വൈ ഇസിക്കൽ ടു പി ടി കെ ജി, അതാ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സംഭവങ്ങൾ തന്നെ ഇവർ റിലേഷൻസ് നമുക്ക് വേണ്ടുന്ന. ഇവിടെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്തോ ഈ കേസിൽ എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡ്രൈവിംഗ് ഫോഴ്സ് കോൺസെൻട്രേഷൻ ഡിഫറൻസ്. ഇത് എഴുതുമ്പോൾ ഡ്രൈവിംഗ് ഫോഴ്സ് എന്തോ? മോൾ ഫ്രാക്ഷൻ്റെ ഡിഫറൻസ്. ഇത് എഴുതുമ്പോൾ ഡ്രൈവിംഗ് ഫോഴ്സും എഗെയിൻ ഗ്യാസ് ഫേസിലെ മോൾ ഫ്രാക്ഷൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ്. ഇവിടെ ഡെൽറ്റ പി പാർഷ്യൽ ഡിഫറൻസിൻ്റെ ആ വ്യത്യാസം, അതാണെന്തോ? ഡ്രൈവിംഗ് ഫോഴ്സ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ഈ വാല്യൂസ്. നിങ്ങൾ പയ്യെ ഞാൻ നോട്ട് ഇട്ടിട്ടുണ്ട്, നിങ്ങളത് ഒന്നുകൂടെ ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ നോക്കി നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും. നോട്ട് എഴുതണമെന്നല്ല, നിങ്ങളത് പ്രിൻ്റ് എടുത്ത് കൈ വെച്ചാലും മതി. അത് എന്നിട്ട് നോക്കുമ്പോൾ ക്ലിയർ ആവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഗ്രൂപ്പിൽ തന്നെ ചോദിച്ചാൽ മതി. ഓക്കെ, കെ എക്സ് കെ സി ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കെ എക്സ് എന്ന് പറഞ്ഞാൽ സി കെ സി, കെ വൈ എന്ന് പറഞ്ഞാൽ പി ടി ഇൻറ്റു കെ ജി. യൂണിറ്റ്സും അറിയണം. കെ സി യൂണിറ്റ്സ് അറിയണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എന്താ അറിയണം? നിങ്ങൾക്ക് ഇതെല്ലാം അറിഞ്ഞാലേ പറ്റത്തുള്ളൂ. കാരണം കെ സി എന്ന് പറഞ്ഞാൽ ഡി എ ബി ബൈ സെഡ്. ഡി എ ബിയുടെ നിങ്ങൾക്ക് അറിയാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ഇൻറ്റു മീറ്റർ, ഇപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയുടെ യൂണിറ്റ്. സി ഡി എ ബി ഇത് രണ്ടും എന്ത്? കോൺസെൻട്രേഷൻ അറിയാം മോൾ പെർ മീറ്റർ ക്യൂബ് ഇൻറ്റു ഡി എ ബിയുടെ അറിയാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്, സെഡിൻ്റെ മീറ്റർ. ഇപ്പം എല്ലാം കൂടെ വെട്ടിയിട്ട് മോൾ പെർ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്, അതായത് മോളാർ ഫ്ലെക്സിൻ്റെ അതേ യൂണിറ്റ് വരും. കെ ടി വരുമ്പോൾ അടിയിലൊരു പാർഷ്യൽ പ്രഷറിൻ്റെ ഒരു സംഭവം കൂടെ വരും. എ ടി എമ്മോ പാസ്കലോ ബാറോ എന്തെങ്കിലും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത്രയും ഉള്ളൂ ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള കുറച്ച് ഡിഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട മേജർ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതിൻ്റെ കുറച്ച് 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. യൂണിറ്റ് ഓഫ് ഡിഫ്യൂസിവിറ്റി ഏത് വരും? യൂണിറ്റ് ഓഫ് ഡിഫ്യൂസിവിറ്റി അല്ലെങ്കിൽ ഡിഫ്യൂഷൻ കോഎഫിഷ്യൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? സി യൂണിറ്റ് ഈസ് ഡി എ ബി. ഇതിൻ്റെ യൂണിറ്റ് എന്താ? ഇതിൻ്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. മോളാർ ഫ്ലക്സ് ആയിരുന്നു ചോദ്യമെങ്കിൽ എന്ത് വന്നേനെ? മോളാർ ഫ്ലക്സ് ഓർക്കണം. യൂണിറ്റ് ഏരിയയിൽ യൂണിറ്റ് സെക്കൻഡിൽ എത്ര മോൾസ് പറഞ്ഞാൽ എന്തോ? മോൾ പെർ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഇവിടെ ഇതിനകത്ത് ഓപ്ഷൻ മോൾ പെർ എന്നല്ല, കിലോ മോൾ പെർ മീറ്റർ സ്ക്വയർ സെക്കൻഡാണ് ഉള്ളത് മോളാർ ഫ്ലക്സ് ആയിരുന്നെങ്കിൽ. ഓക്കെ, ഇനി ഗേറ്റിൻ്റെ പഴയൊരു ക്വസ്റ്റ്യൻ. ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് ഡി എ ബി ഈസ് ഇൻ മീറ്റർ സ്ക്വയർ സെക്കൻഡ് ഓഫ് അസറ്റിക് ആസിഡ് ഇൻ ബെൻസീൻ. ഇതാ ഞാൻ പറഞ്ഞത്. ലിക്വിഡ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് എത്ര എന്നാ ചോദിച്ചത്? ഒന്ന് ആലോചിച്ചെടുത്ത്. ലിക്വിഡും എത്ര ആയിരുന്നു? 2.09 into 10 raised to minus 4, 2.09 into 10 raised to minus 5, 2.09 into 10 raised to minus 9, 2.09 into 10 raised to minus 12. എന്ത് വരും? സോളിഡിൻ്റെ എന്തായിരുന്നു ഡി എ ബി? 10 raised to minus 40 into 10 raised to minus 10. ലിക്വിഡിൻ്റെ 10 raised to minus 10 to
10⁻14 to 10⁻10 വരെ സോളിഡാണ്. അപ്പോൾ ഇതെന്തായാലും വരത്തില്ല. പിന്നെ 10⁻10 to 10⁻9 അതായിരുന്നു ലിക്വിഡ്. അപ്പോൾ ഇതുണ്ട്, ഇതിൻ്റെ ഇടയിൽ വേറെ ഒന്നുമില്ല. 10⁻5 to 10⁻6 ആ റേഞ്ചിൽ വരുന്നത് എന്ത്? ഗ്യാസ്. അതല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത്? ഓപ്ഷൻ സി. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കും. അപ്പോൾ തരുമ്പോൾ ഇത് ഗേറ്റിൻ്റെ 2003 ക്വസ്റ്റ്യനാണ്. അന്ന് അവർ ലിക്വിഡ് എന്ന് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചോദിക്കുകയാണെങ്കിലും അത് തരുമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഊഹിച്ചെടുത്തോണം. ബേസിക് കാര്യങ്ങൾ അറിയാമല്ലോ, ലിക്വിഡ് ആണോ സോളിഡ് ആണോ ഗ്യാസ് ആണോ, അത് വെച്ചിട്ട് ലിക്വിഡ് ആണോ എടുത്തോണം, ഗ്യാസ് ആണ് അത് കണ്ടുപിടിച്ചോണം. ഇനി അഗെയിൻ ഗേറ്റിൻ്റെ ഒരു ചോദ്യം. കമ്പോണൻറ്റ് എ ഈസ് ഡിഫ്യൂസിങ് ഇൻ മീഡിയം ബി. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു സാധനം ബിയിൽ ഡിഫ്യൂസ് ചെയ്യുക. ഫ്ലക്സ് എൻ എ എന്ന് പറഞ്ഞാൽ എന്തോ? എൻ എ എന്ന് പറഞ്ഞാൽ ആലോചിക്കണം എന്തോ? ഓവറാൾ ഫ്ലക്സാണ്, ക്യാപിറ്റൽ എൻ എ. റിലേറ്റീവ് ടു എ സ്റ്റേഷനറി പോയിന്റ് ഈസ് ഈക്വൽ ടു ഫ്ലക്സ് ഡ്യൂ ടു മോളിക്കുലാർ ഡിഫ്യൂഷൻ. അതായത് ടോട്ടലി ഉള്ളത് ഇത് മോളിക്കുലാർ ഡിഫ്യൂഷന് തുല്യമായെന്ന്, എൻ എ ജെ ബിക്ക് തുല്യമായെന്ന്. എപ്പം? ഇഫ് മാസ് ട്രാൻസ്ഫർ അക്കമ്പനൈഡ് ബൈ റിയാക്ഷൻ, ഡിഫ്യൂഷൻ ഓഫ് എ ഈസ് ഇൻ സ്റ്റാഗ്നന്റ് മീഡിയം ബി, മോളിക്കുലാർ മീൻ ഫ്രീ പാത്ത് ഹൈ, ദർ ഈസ് ഇക്വിമോളാർ കൗണ്ടർ ഡിഫ്യൂഷൻ. എന്തുമായിരിക്കും? ഏത് കേസിലാ? എൻ എന്ന് പറഞ്ഞാൽ ജെ പ്ലസ് എക്സ് എൻ എ ആയിരുന്നു. സോറി, എൻ എ ഇസിക്കൽ ടു ജെ പ്ലസ് എൻ എക്സ് എ ആയിരുന്നു. ഇവർ പറയുക ക്വസ്റ്റ്യന് ഏതോ ഒരു കേസിൽ എൻ എ ജെ എക്ക് തുല്യമായി. അതായത് കൺവെക്റ്റീവ് ഡിഫ്യൂഷൻ്റെ പാർട്ട് പോയി. അത് ഏത് കേസിലാണ്? നമുക്കറിയാം, ദർ ഈസ് ഇക്വിമോളാർ കൗണ്ടർ ഡിഫ്യൂഷൻ. ഇക്വിമോളാർ കൗണ്ടർ ഡിഫ്യൂഷൻ വരുമ്പോഴാണ് ക്യാപിറ്റൽ എൻ ഈസിക്കൽ ടു 0 വരും, അല്ലെങ്കിൽ എൻ എ ഈസിക്കൽ ടു -NB വരും. അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ആൻസറിലേക്ക് എത്താം. ഇതുപോലത്തെ ഇതൊരു 2-3 സാമ്പിളായിട്ട് ക്വസ്റ്റ്യൻ ചെയ്തു എന്നേ ഉള്ളൂ. നമ്മളിത് മാസ്റ്റർ ആൻസർ കഴിയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കുറേ അധികം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ ആണോ? എങ്ങനെയുണ്ട് കെമിക്കൽ? ആദ്യമായിട്ട് പഠിച്ച ആൾക്കാർ നേരത്തെ കൈവൊക്കെ 10-22 പേര് കൈവൊക്കെ. സിവിലുകാർ, മെക്കുകാർ, കെമിക്കലുകാർക്ക് ഓൾറെഡി അറിയായിരിക്കും. കെമിക്കലുകാർക്കും എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ആദ്യമായിട്ട് സിവിലുകാർക്കും മെക്കാനിക്കുകാർക്കുമാണ് പാട് കമ്പാരിറ്റീവ്ലി. പാടൊന്നും അല്ലത്, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത സംഭവമെന്നേ ഉള്ളൂ. മാക്സിമം റിലേറ്റ് ചെയ്യാൻ പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഞാൻ ജസ്റ്റ് ഷോർട്ട് നോട്ടീസിലായിരിക്കും പറയുന്നത് ക്ലാസ്. ഇതുപോലെ മേ ബി ഒരു വൈകിട്ടൊക്കെ ചിലപ്പോൾ പറയുന്നത്. ക്ലാസ് വെക്കുകയാണെങ്കിൽ രാത്രി 8 മണിയായിരിക്കും. ഷോർട്ട് നോട്ടീസിലായിരിക്കും എന്തായാലും പറയുന്നത്. അപ്പോൾ അതൊന്ന് നിങ്ങൾ നോക്കിക്കോണം. കാരണം എനിക്ക് നേരത്തെ ചിലപ്പോൾ ഷെഡ്യൂൾ ചെയ്ത് പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഓക്കെ, താങ്ക് യു.